ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. വീണ്ടും ദൈവസന്നിധിയിൽ ഈ വിശുദ്ധ ദിവസം ദൈവവചനത്തിന് മുമ്പാകെ നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിച്ചു പോയ കാര്യത്തോടുള്ള ബന്ധത്തിൽ തന്നെ അല്പം ചില കാര്യങ്ങളും കൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് ഇന്ന് നമുക്ക് അങ്ങനെ സന്തോഷത്തോടെ പിരിയാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു വന്നത്. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ സംസാരം വരുവാൻ കാരണം, അഥവാ ധ്യാനം വരുവാൻ കാരണം, കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഭൂതലത്തിലെങ്ങുമുള്ള ക്രൈസ്തവർ ഓശാന മുതൽ ഈസ്റ്റർ വരെ എന്നുള്ള നിലയിൽ കഷ്ടാനുഭവ ആഴ്ചയെ കൊണ്ടാടുന്ന ഒരാഴ്ചയായിരുന്നു. അങ്ങനെ ഈസ്റ്റർ സൺഡേയിൽ നമ്മൾ ക്രൂശീകരണത്തിൻ്റെ വിവിധ വശങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആത്മീയ വശങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു 2 വർഷം പുറകിൽ തൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം. അത് രാവിലെ 3 മണി നേരം മുതൽ പിന്നെ 9 മണി നേരം വരെയുള്ള അത്രയും സമയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യത്തെ ധ്യാനിക്കാനിടയായത്. പ്രഭാതത്തിൽ 3 മണി നേരത്ത് ക്രൂശിക്കപ്പെട്ടെന്നും പിന്നെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതിൻ്റെ ഒടുവിൽ 9 മണി നേരത്ത് കർത്താവ് പ്രാണനെ വിട്ടു, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിച്ചു എന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ധ്യാന വിഷയങ്ങളുണ്ട്. അതായത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെയുള്ള ആ ഇരുളിൻ്റെ സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് കേട്ടിട്ടുള്ള തിരുവായ്മൊഴികളൊക്കെയുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അല്പമായി ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇങ്ങനൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കാരണം ഈ ദിവസങ്ങളിലെ ചിന്തകളും പഠനങ്ങളും ധ്യാനങ്ങളും ഒക്കെയാണ് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകാനിടയായത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ധാരാളം പേര് കേട്ടിട്ടുണ്ട്. അന്ന് തന്നെ ധാരാളം പേരെന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും. കാരണം പെട്ടെന്ന് അങ്ങനെ അങ്ങ് കേൾക്കുമ്പോൾ പരമ്പരാഗതമായി കേട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് പലരും അങ്ങനെ ആ കാര്യത്തിൽ സന്ദേഹിച്ചു, ശങ്കിച്ചു. എന്നാൽ മറ്റനേകം പേർക്ക് അതൊരു ചിന്തനീയമായ വിഷയമായിട്ട് പരിണമിച്ചു. അതിൻ്റെ പേരിൽ കൂടുതൽ ബൈബിൾ തുറക്കാനും ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണവും പഠനത്തിലേക്കൊക്കെ പോകാനായിട്ട് അവർക്കൊക്കെ സാധിച്ചെന്ന് പറയാൻ ഇടയായിട്ടുണ്ട്. അപ്പം സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ മെസ്സേജ് കേട്ട പലരും ധരിച്ചത് പരമ്പരാഗതമായി ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുകയും ആ ദുഃഖവെള്ളിയാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ കാര്യത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് അഡ്വാൻസ് ചെയ്ത് ബുധനാഴ്ചയാണ് ക്രൂശീകരണം നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ പരമ്പരാഗതമായ വിശ്വാസ സങ്കല്പങ്ങളെയും മറ്റ് കാര്യങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളങ്ങനെ ശ്രമിക്കുന്നതെന്ന് പലരും ചിന്തിക്കാം. നമ്മളെ സംബന്ധിച്ച് കർത്താവ് യേശു ക്രിസ്തു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ എപ്പോൾ ക്രൂശിക്കപ്പെട്ടാലും വിഷയമല്ല. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിൻ്റെ ഒരു കാതലായ കാര്യം, നമ്മൾ ഊന്നാൻ ആഗ്രഹിച്ചൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ പെസഹ എന്നുള്ളതാണ്. പെസഹായ്ക്കാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. ക്രൂശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു ദിവസം ആയിക്കോട്ടെ, തർക്കത്തിനൊന്നുമില്ല. നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തൊരു കാര്യം, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യോന കടലാമയുടെ വയറ്റിൽ കിടന്നതുപോലെ മനുഷ്യപുത്രൻ 3 പകലും 3 രാവും ഈ പറഞ്ഞതുപോലെ ഭൂമിയുടെ മടിത്തട്ടിൽ ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ മറുപടി കൊടുക്കണ്ടേ, അതിൻ്റെ കാര്യകാരണങ്ങൾ ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ ആ കാരണങ്ങളാലൊക്കെയാണ് അത് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 2 കൂട്ടരെ പരിചയപ്പെടുത്തി. ഒന്ന് എപ്പിസ്കോപ്പൽ സമൂഹം, അതായത് പട്ടത്ത് സഭകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ കൂട്ടങ്ങൾ ഈ ഓശാന മുതൽ വലിയ ആഘോഷമാണ്. ഓശാന മുതൽ പിന്നെ പെസഹ വ്യാഴാഴ്ച, അത് കഴിഞ്ഞ് ദുഃഖവെള്ളി, ദുഃഖത്തിലായിരിക്കുന്നു, ദുഃഖശനി, അത് കഴിഞ്ഞ് ഈസ്റ്റർ സൺഡേയിൽ തകർക്കും. ഈ തവണ തകർത്തു. 1-ാം സ്ഥാനം വീണ്ടും ഇരിങ്ങാലക്കുട രൂപത തന്നെയാണ് കൊണ്ടുപോയത്. പലരും മസിൽ പിടിച്ചൊക്കെ നോക്കിയെങ്കിലും വെറുതെ മസിൽ പിടിച്ചതാണ്. 1-ാം സ്ഥാനം അവർ തന്നെ കൊണ്ടുപോയി.
അതായത് ആ രൂപതയുടെ കീഴിലുള്ള ചാലക്കുടിക്ക് 1-ാം സ്ഥാനവും പിന്നെ ഈ തവണ 2-ാം സ്ഥാനം സാധാരണ പാലായാണ് കൊണ്ടുപോകാറ്. പാലായെ കടത്തി വെട്ടിക്കൊണ്ട് ഈ തവണ നെടുമ്പാശ്ശേരിയാണ് കൊണ്ടുപോയത്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അങ്ങനെയല്ല വേറെ ഏതെങ്കിലും രൂപതയുടെ ആണെങ്കിൽ കോപിക്കരുത് എന്നോട്, ഞാനങ്ങ് വിശ്വസിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെയാണെന്ന്. കാരണം അവിടെ ഇച്ചിരി അടിതടകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഘോഷം ഇച്ചിരി നല്ല രീതിയിലൊക്കെ വേണ്ടി വരുമല്ലോ. 1-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള 2 പട്ടണങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ പട്ടണങ്ങളിൽ 80% ഈ പറഞ്ഞ കൂട്ടർ തന്നെയാണ്, അതായത് രൂപതക്കാർ തന്നെയാണ്. പിന്നെ ഒരു കുറച്ച് ആൾക്കാർ ഹൈന്ദവരായിട്ട് അവിടെയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയപ്പെട്ട ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ട് ഇതിനു മാത്രം സോമരസം കുടിച്ച് ആഘോഷിക്കാൻ പാകത്തിന് പ്രത്യേകിച്ച് ആഘോഷമൊന്നും അവർക്കില്ല. ഓലോ വിഷു സംക്രാന്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങനെ ആഘോഷിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് നമുക്ക് എടുത്തുയർത്തി പറയേണ്ട ഒരു വിഷയമായിരുന്നു പെസഹ. ഇനി നമ്മുടെ ഈ പെന്തക്കോസ്റ്റ് ലോകത്തുള്ള ആളുകൾ അവരും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണല്ലോ പെസഹ മുതൽ ഈസ്റ്റർ വരെ. അവരുടെ പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള പരിപാടികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചറും പടവും ഒക്കെ ഒരു മനോഹരമായ വർണ്ണചിത്രങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ അച്ചടിച്ച് വലിയ സ്റ്റേജുകളും അവിടെ അവരുടെ ആ സീനിയർ പാസ്റ്ററോ അല്ലെങ്കിൽ കേമനായ പാസ്റ്ററുടെ വലിയ ഫുൾ സ്കെയിൽ പിക്ചറുകളും അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്നതും പിന്നെ പല ആംഗിളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ വർണ്ണാഭമായ ചിത്രങ്ങളൊക്കെ കൊണ്ട് സ്റ്റേജൊക്കെ അലങ്കരിക്കും. അദ്ദേഹം എന്തോ സംഭവമാണെന്നുള്ളതാണ് നാട്ടുകാരെ ഈ പെസഹ ദിനത്തിൽ അറിയിക്കാനുള്ളത്. സത്യത്തിൽ പെസഹായ്ക്ക് അറിയിക്കാനുള്ളത് പെസഹ കുഞ്ഞാടിനെ കുറിച്ചാണ്, അല്ലാതെ ഈ അമൂൽ ബേബികളെ കുറിച്ചിട്ടൊന്നും അല്ലല്ലോ അറിയിക്കേണ്ടത്. ഈ സുന്ദര കുട്ടപ്പന്മാരെ നാട്ടുകാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതല്ല അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് പെസഹ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ്. സംഹാരകനിൽ നിന്ന് രക്ഷ പ്രാപിച്ച ഒരു സന്ധ്യാസമയമാണത്, അല്ലേ? മിസ്രൈമിലെ ഭവനങ്ങളിൽ അലമുറയും വിലാപവും ഉയർന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഭവനങ്ങളിൽ ആനന്ദഗീതങ്ങളായിരുന്നു, ആനന്ദഗീതങ്ങൾ. സംഹാരകനിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ ആശ്വാസവും ആനന്ദവും അവരുടെ ഉള്ളിൽ തിരത്തള്ളിയിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിലേക്ക് കയറിയത്. പെസഹ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താ? പെസഹ എന്ന് പറഞ്ഞാൽ പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ദിവസമാണ്, അപ്പം തിന്നുന്ന ദിവസമല്ല കേട്ടോ. അതൊക്കെ അതിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പവും കയ്പ് ചീരയും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പെസഹ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് തിടുക്കത്തോടെ തിന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ വടി പിടിച്ചാണ് തിന്നുന്നത്, പിന്നെ ചെരുപ്പിട്ടാണ് തിന്നുന്നത്, അതൊന്നും അല്ലല്ലോ ആദ്യം പറയേണ്ടത്. അതൊക്കെ പുറകിൽ പറയേണ്ടതാണ്. ഒന്നാമത് പറയേണ്ടത് പെസഹായുടെ ആടിനെ അറുക്കുന്ന കാര്യമാണ്. ആവിമാസം 14-ാം തീയതി ഒരാടിനെ, അല്ലെങ്കിൽ ആവിമാസം 10-ാം തീയതി ഒരാടിനെ അവർ വാങ്ങുന്നു. അത് കഴിഞ്ഞ് അതിനെ 14-ാം തീയതി അറുക്കുന്നു സന്ധ്യാസമയത്ത്. അങ്ങനെ അതിൻ്റെ രക്തം കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുന്നു. സംഹാരകൻ കടന്നു വരുമ്പോൾ ഇസ്രായേലിലെ ജനം അതിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നു. ബാക്കിയുള്ളവരുടെ ഭവനങ്ങളിൽ വിലാപം കടന്നു വരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുയേശു തന്നെ. അത് കഴിഞ്ഞിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കാര്യം അവിടെ തന്നെ പറയുന്നുണ്ട്. നാം എങ്ങനെയാണ് ഉത്സവം ആചരിക്കേണ്ടത് എന്നുള്ള കാര്യവും അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ക്രൈസ്തവരോടാണ്, കൊരിന്ത്യ സഭയോട് മാത്രമല്ല, ഭൂതലത്തിലെമ്പാടും ചിതറിപ്പാർക്കുന്ന പരദേശികളായ ക്രൈസ്തവരോടാണ് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. യഹൂദൻ ആണ്ടോടാണ്ട് പെസഹ കുഞ്ഞാടിനെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കായിട്ട് എന്നേക്കുമായിട്ട് ആ ഉത്സവം നിവൃത്തീകരിക്കപ്പെട്ടുകൊണ്ട്, പെസഹ എന്ന് പറയുന്നത് തലമുറയായിട്ട് ആചരിക്കേണ്ടതാണ്. യഹൂദനെ സംബന്ധിച്ച് തലമുറയായിട്ട് ആചരിക്കേണ്ടതാണ്. അത് എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചാൽ തലമുറ എന്ന് പറയുമ്പോൾ തന്നെ അത് കാൽവറി വരെയേ ഉള്ളൂ. കാരണം പെസഹ അവിടെ നിറവേറുകയാണ്, എല്ലാ യാഗങ്ങളും അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. എങ്കിൽ ഇനി യാഗങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. യേശുക്രിസ്തു കാൽവറിയിൽ ഒരു പരമയാഗമായി തീർന്നപ്പോൾ എല്ലാ യാഗങ്ങളും അവിടെ സമ്മേളിച്ചു. അവനൊരു ഹോമയാഗമായി തീർന്നു, അവനൊരു ഭോജനയാഗമായി തീർന്നു, അവനൊരു സമാധാനയാഗമായി തീർന്നു, പിന്നെ അവനൊരു അകൃത്യയാഗമായി തീർന്നു, അവനൊരു പാപയാഗമായി തീർന്നു. അങ്ങനെ എല്ലാ യാഗങ്ങളും ക്രിസ്തുവിൽ സമ്മേളിച്ചു. അതെല്ലാം വരുവാനിരുന്നവയുടെ നിഴൽ എന്നുള്ള നിലയിലാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. പല കാര്യങ്ങളും ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിഴലുകളായിരുന്നു. പൊരുളായത് സംഭവിച്ചിരിക്കുന്നു, പൊരുളായ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളെന്താ ഊന്നി പറഞ്ഞത്? നിങ്ങൾ പെസഹായുടെ ദിവസം കുറച്ച് അപ്പം തിന്നിട്ട്
പിന്നെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ യഹൂദനെ സംബന്ധിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണ്, അതിൻ്റെ 1-ാം ദിവസമാണ്. അന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കർത്താവിനെ ക്രൂശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുവരും എന്നുള്ളതാണ് നമുക്ക് ഗഹനമായിട്ട് ചിന്തിക്കേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ ഉയർത്തിയത്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും കാതലായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന ആശയം എന്താ? പെസഹ എന്ന് പറഞ്ഞാൽ അതിലെ കാതലായ കാര്യം പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നില്ല. നമ്മൾ കാണുന്ന നസ്രാണി ലോകത്ത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നില്ല. പകരം പെസഹയുടെ അപ്പം എന്ന് പറഞ്ഞ് അപ്പവും യഹൂദന്മാർ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച. ഒന്നുമല്ലെങ്കിൽ നമ്മൾ യഹൂദ മര്യാദയിൽ ഇതൊക്കെ ആചരിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക, ഈ പണിക്ക് പോകാതിരിക്കുക. അല്ലത് ഏതെങ്കിലും യഹൂദന്മാരെ കൺസൾട്ട് ചെയ്യുക. ഇന്നത്തെ കാലത്ത് കൺസൾട്ട് ചെയ്യാൻ ധാരാളം സാഹചര്യങ്ങളുണ്ടല്ലോ. കൺസൾട്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക അപ്പത്തിൻ്റെ ചേരുവകൾ എങ്ങനെയാണ്. അല്ലെ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമല്ലോ ഇപ്പോൾ യഹൂദന്മാർ പെസഹായിക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ശർക്കരയും പിഴിഞ്ഞൊഴിക്കുകയോ എങ്ങനെയൊക്കെ ഒഴിച്ച് കുറുക്കിയെടുക്കുന്ന ഒരു പാലൊക്കെ അതുകൊണ്ട് മുക്കി ഇതൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ചിരി വരും. ഒന്നുമല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അതിൻ്റെ വ്യക്തത വേണം. പുതിയ നിയമത്തിൽ അങ്ങനത്തെ ഒരു കാര്യം എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ നിന്നെടുത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി നോക്കി അതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങളെ ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ സഹോദരങ്ങൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലാണ് ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണത്തിലേക്ക് പോയപ്പോൾ ഏകദേശം AD 325 വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം നൈസിയൻ സിനഡിലാണ് ശരിക്കും പറഞ്ഞ ഈസ്റ്റർ ആഘോഷത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിഗ്രി പുറത്തേക്ക് വന്നത്. അവിടെയാണല്ലോ അതിനൊരു തീരുമാനത്തിലേക്ക് വന്നത് ഈസ്റ്റർ ആഘോഷത്തോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഇവിടെ പെസഹായും മറ്റ് കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നൈസിയൻ സിനഡിൽ പെസഹായും മറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗത്ത് വായിച്ചതാണ്, ഈ പറഞ്ഞ സമയത്തിന് ശേഷം പെസഹ അഡ്വാൻസ് ചെയ്ത് ആചരിക്കുകയും അതിന് ശേഷം ക്രൂശീകരണത്തിലേക്ക് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്ന കാര്യമൊക്കെ അതിന് ശേഷം ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളത് ഞാനൊരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. അത് ഇതൊരു ആധികാരികമായ ഒരു ലേഖനത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറയുന്നത് അവരതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്, യഹൂദന്മാരോടുള്ളൊരു താല്പര്യക്കുറവ് ആ സമയത്തുണ്ടായിരുന്നെന്ന്. ക്രൈസ്തവ ലോകത്ത് യഹൂദന്മാരോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ പല സമൂഹങ്ങളുടെയും പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ യഹൂദന്മാരോട് വിരോധമുള്ള രീതിയിൽ പാട്ടുകളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. യഹൂദന്മാർ കർത്താവിനെ ക്രൂശിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ. പിന്നീട് ചരിത്രത്തിലെമ്പാടും യഹൂദനോടുള്ള ആ ഒരു താല്പര്യക്കുറവ് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ യൂറോപ്യൻ ലോകത്തൊക്കെ കാണുന്നത്. പിന്നീട് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ യഹൂദൻ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ യൂറോപ്യൻ സമൂഹത്തിനിടയിൽ. ജർമ്മനിയിലെ കാര്യങ്ങളുണ്ട്. അതിന് മുൻപ് തന്നെ സ്പെയിനിലൊക്കെ എത്രയോ വലിയ പീഡനങ്ങളാണ് അവർ നേരിട്ടത്. അങ്ങനെ ധാരാളം പീഡനങ്ങൾ അവർ നേരിടാനിടയായിട്ടുണ്ട്. ആ താല്പര്യക്കുറവ് പറയാനാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് പെസഹ അഡ്വാൻസ് ചെയ്ത് ആചരിക്കാനും നെക്സ്റ്റ് ഡേ ഈ ക്രൂശീകരണത്തിലേക്ക് കടന്നു പോകാനും ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളതാണ് ആ ലേഖനത്തിലൂടെ വായിച്ചത്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് കൂടി അവർ പെസഹ ആചരിക്കാനിരിക്കുന്നുണ്ടല്ലോ. പെസഹ ആചരിക്കാനിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കർത്താവ് ശിഷ്യന്മാർ പുറത്തേക്ക് വരുന്നു. അവർ ഗതസമനയിൽ വരുന്നു. ഗതസമനയിലെ ആ കാര്യങ്ങളൊക്കെ നീണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് വൈകിയ രാത്രിയിൽ അവിടെ വെച്ചിട്ട് മഹാപുരോഹിതൻ്റെ ചേവകന്മാർ വന്ന് കർത്താവിനെ പിടിക്കുന്നു. അങ്ങനെ ഈ വിസ്താരത്തിലേക്ക് വരികയും അന്ന് പ്രഭാതത്തിൽ, അതങ്ങനെ രാത്രി മുഴുവൻ വിസ്താരത്തിലേക്ക് പോയി, പ്രഭാതത്തിൽ ക്രൂശീകരണം നടന്നു. ആ കാര്യം മുതലാണ് നമ്മൾ പറഞ്ഞത് അവിടെ മുതലാണ്. അപ്പോൾ വന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തലേദിവസം കൂടെ പറയണമായിരുന്നു. സമയക്കുറവ് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് ക്രൂശീകരണം നടന്നത് ബുധനാഴ്ച ദിവസം രാവിലെയാണ്. അതായത് എല്ലാ കാലവും ഈ ഡേറ്റും കാര്യങ്ങളും ഒരുപോലെ ഇരിക്കില്ല. യഹൂദൻ്റെ കലണ്ടർ മാറി മാറി വരും. അവരുടെ കലണ്ടറിൻ്റെ രീതികളനുസരിച്ച് അത് മാറി മാറി വരും. അത് ബുധനാഴ്ച വരണമെന്നൊന്നുമില്ല.
ആവിമാസം 14-ാം തീയതിയാണ് പെസഹ എന്നുള്ളത് മാറില്ല, പക്ഷേ അത് ദിവസം മാറി വരാം. ഇത് സംഭവിച്ച സമയം ഇപ്പം നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ സംഭവിച്ച സമയം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച എന്ന് പറയാനായിട്ട് പിന്നെയും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. യഹൂദൻ്റെ സമയക്രമത്തെക്കുറിച്ച് പറഞ്ഞു. സൂര്യാസ്തമനം മുതൽ സൂര്യാസ്തമനം വരെയാണ്, അഥവാ വൈകിട്ട് 6 മണി മുതൽ അടുത്ത ദിവസം വൈകിട്ട് 6 മണി വരെയാണ് അവൻ്റെ ഒരു ദിവസം എന്നുള്ളത് കണക്ക് കൂട്ടുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 6 മണിക്ക് ശേഷം ബുധനാഴ്ച ആരംഭിക്കുകയാണല്ലോ. ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 6 മണിക്ക് ശേഷം ബുധനാഴ്ച ആരംഭിച്ചു. ആ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. ആ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ആ ചൊവ്വാഴ്ച എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതും കൂടെ പറയേണ്ടി വരും. ചൊവ്വാഴ്ച എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത്. അവിടെ ഒരു പ്രിയ സഹോദരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പെസഹായുടെ ദിവസമാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതെങ്കിൽ കർത്താവ് ഈ പെസഹാ ദിനം തന്നെയല്ലേ പെസഹ ആചരിച്ചതെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചോന്നറിയില്ല. പെസഹ ദിവസമാണ് യെരുശലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. അതുപോലെ യഹൂദന്മാരുടെ ഭവനങ്ങളിലും പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത് പെസഹ ദിവസമാണ്. ആ പെസഹ ദിവസമാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ എപ്പോഴാണ് യേശുവും ശിഷ്യന്മാരും ഈ പെസഹായുടെ ഭക്ഷണം കഴിച്ചത്, പെസഹ ആചരിച്ചത് എപ്പോഴാണെന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ അതെങ്ങനെ ഒത്തുവരുമെന്നുള്ളതാണ് ചോദ്യം. കാതലായൊരു ചോദ്യമാണ്. അതായത് പെസഹായുടെ ദിവസം തന്നെയാണ് യേശു ശിഷ്യന്മാർ ശരിക്കും പെസഹ ആചരിക്കേണ്ടത്. അതിനു മുമ്പ് അഡ്വാൻസ് ചെയ്ത് പെസഹ ആചരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അതൊരു ചോദ്യമാണ്. ആ കാര്യം നമ്മൾ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ യഹൂദ ചരിത്രവും കാലക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരല്പമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. പക്ഷെ കാതലായ കാര്യം നമ്മൾ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പെസഹ ദിവസമാണ്. പെസഹ ദിവസം യേശുക്രിസ്തു ക്രൂശിൽ കയറുമ്പോൾ ആ സെയിം ടൈമിൽ യേശുവും ശിഷ്യന്മാരും കൂടെ പോയി എങ്ങനെയാണ് പെസഹ ആചരിക്കുന്നത്? രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമോ? ക്രൂശിൽ കയറുന്നതിന് മുമ്പുള്ള ആ സംഭവങ്ങൾ നമുക്കറിയാം. ദീർഘമായ വിസ്താരം. മഹാപുരോഹിതൻ്റെ അരമനയിൽ അവിടെ നിന്ന് പീലാത്തോസിൻ്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് ഹെരോദാവിൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്നു, വീണ്ടും മടങ്ങി വരുന്നു, ഗബദ്ദ എന്ന കൽത്തളത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിയേൽക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആ പ്രഭാത സമയത്ത് ആ മരക്കുരിശുമായിട്ട് കർത്താവ് ഗോൽഗോഥായിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഈ പോകുന്ന പോക്കിലൊക്കെ എങ്ങനെയാണ് പെസഹ ആചരിക്കുന്നത്? ഈ പോകുന്ന പോക്കിൽ എങ്ങനെയാണ് പെസഹ ആചരിക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പെസഹ അവർ അഡ്വാൻസ് ചെയ്ത് ആചരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വേഗം നോക്കാം. അതായത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം. പെസഹാ പെരുന്നാളിന് മുൻപ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യോഹന്നാൻ 13-ന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് പെസഹാ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു. ആ വാക്യത്തിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ? പെസഹാ പെരുന്നാൾ, അതായത് പെസഹായുടെ അന്ന് ബുധനാഴ്ച ദിവസം ആഫ്റ്റർനൂണിൽ, നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ആഫ്റ്റർനൂണിൽ, അവരെ സംബന്ധിച്ച് അവരുടെ സന്ധ്യാസമയം ഏതാണ്ട് ഒരു 3 മണിയോട് അടുപ്പിച്ച സമയത്ത് അവർ പെസഹ അറുക്കും. പെസഹായ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് കർത്താവ് പ്രാണനെ വിടുകയാണ്. 3 മണിക്ക് പ്രാണനെ വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. അപ്പോൾ ഈ യഥാർത്ഥമായി എല്ലാവരും പെസഹ ആചരിക്കുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരും പെസഹ ആചരിച്ചു. ആ പെസഹായുടെ ദിനത്തിൽ തന്നെയാണ് കർത്താവിനെ ക്രൂശിച്ചത് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇനി നമുക്ക് പരിചിതമായൊരു വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലൊരു വാക്യം. സാധാരണ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, അതായത് തന്നെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രി ഉണ്ടല്ലോ, ആ സന്ധ്യ കഴിഞ്ഞ സമയം, ഗെത്സമനയിൽ വെച്ച് യൂദായും കൂട്ടരും ഒക്കെ കടന്നു വന്ന് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതും അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുമായ ആ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പാണ് താൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതെന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ശേഷം എന്തായാലും അപ്പം എടുത്ത് നുറുക്കാൻ സാവകാശമില്ലല്ലോ. ഗെത്സമനയ്ക്ക് ശേഷം
കർത്താവ് ശിഷ്യന്മാരോടുകൂടെ അപ്പം എടുത്ത് നുറുക്കിയെന്ന് ആരെങ്കിലും പറയുമോ? ഒരാളും പറയില്ല. അപ്പോൾ ഗെഥസമനയ്ക്ക് മുൻപാണ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തത്, തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച മുതലാണ് പറഞ്ഞതെങ്കിൽ ശരിക്കും ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ചൊവ്വാഴ്ച ദിവസം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൊവ്വാഴ്ച സന്ധ്യ സമയത്താണ്, അതായത് ആബിമാസം 13-ാം തീയതിയാണ് ശരിക്കും യേശു ശിഷ്യന്മാരും പെസഹ ആചരിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയത്. ആബിമാസം 14-ാം തീയതിയാണ് പെസഹ എങ്കിൽ ആബിമാസം 13-ാം തീയതി കർത്താവ് ശിഷ്യന്മാരും കൂടെ പെസഹ ആചരിക്കാനായിട്ട് ഒരുമിച്ച് കൂടി. പെസഹയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിമിതമായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളൂ, വചനത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ചരിത്രത്തിലേക്കും പുറമെയുള്ള സോഴ്സുകളിലേക്കും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പോയാണ് ഒരു ഉത്തരത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ പെസഹ എന്ന് പറയുമ്പോൾ പെസഹയുടെ ഏറ്റവും സീരിയസ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ നോക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായി ഒത്തുകൂടി പെസഹ ആചരിക്കുമ്പോൾ അവിടെ ആടിനെ അറുത്തതായിട്ട് യാതൊരു ലക്ഷണവുമില്ല, അങ്ങനെയൊന്നും എങ്ങും എഴുതിയിട്ടില്ല. ആകെ നമ്മൾ കാണുന്നത് ഈ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തു, പിന്നീട് പാനപാത്രത്തിൽ നിന്ന് കൊടുത്തു. അതിന് ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴം എന്നുള്ള നിലയിലാണ് പൊതുവെ അറിയപ്പെടുന്നത്, അന്ത്യ അത്താഴം. അപ്പോൾ അങ്ങനെ ഈ കാര്യത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന ചില ഉത്തരങ്ങൾ. അതായത് ഈ യഹൂദന്മാരുടെ ഇടയിൽ രണ്ട് കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാം. ഒന്ന് ഗലീലിയൻ പ്രൊവിൻസിലുള്ള യഹൂദന്മാർ, മറ്റ് ജൂഡിയ പ്രൊവിൻസിലുള്ള യഹൂദന്മാർ, യഹൂദ ദേശത്തുള്ള യഹൂദന്മാർ, അതായത് യഹൂദ സമറിയ ആ ഭാഗങ്ങളിലുള്ള യഹൂദന്മാർ. ഇവർക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള ആചാരമര്യാദകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പരീശന്മാരും സദൂക്യരും എന്ന് പറയുന്ന രണ്ട് കൂട്ടർ. പരീശന്മാരുടെ പെസഹ രീതികളല്ല യഹൂദന്മാരുടെ പെസഹ രീതികൾ. പരീശന്മാർ അഡ്വാൻസ് ചെയ്ത് ഒരു ദിവസം മുൻപേ പെസഹ ആചരിക്കാനായിട്ട് ആരംഭിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് പരീശന്മാരുടെ കാര്യത്തിൽ. സദൂക്യരെ സംബന്ധിച്ച് അവർ ആ സെയിം ഡേയിൽ തന്നെയാണ് പെസഹ ആചരിക്കുന്നത്. ഇനി രണ്ട് കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള കലണ്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഗലീലിയൻ കലണ്ടറും ഉണ്ട്, ജൂഡിയൻ കലണ്ടറും ഉണ്ട്, രണ്ട് രീതിയിൽ. ഗലീലക്കാരുടെ പെസഹ ഞാൻ പറഞ്ഞല്ലോ, അവർ അഡ്വാൻസ് ചെയ്ത് ഒരു ദിവസം മുമ്പ് ആചരിക്കുമെന്നുള്ളത് നമുക്ക് പഠനങ്ങളിൽ കാണാൻ കഴിയും. മറ്റൊരു പഠനം നമ്മുടെ മുമ്പിൽ വരുന്നത് ഇസ്രായേലിലായിരുന്ന സമയത്ത് ഈ പെസഹയുടെ ദിനത്തിൽ അവരുടെ ആദിജാതന്മാരെയൊക്കെ വിടുവിച്ചതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് പെസഹയുടെ തലേ ദിവസം ഇവർ ഒരു അന്ത്യ അത്താഴം ഒരുക്കുന്നുണ്ട്. ഈ ഗലീലിയൻ പ്രൊവിൻസിലുള്ള യഹൂദന്മാർക്ക് ഇങ്ങനെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതേസമയം ജൂഡിയൻ ഭാഗത്തുള്ള യഹൂദന്മാർക്ക് അങ്ങനത്തെ ഒരു രീതിയില്ല. അപ്പോൾ അതിനവർ ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഈ ആബിമാസം 13-ാം തീയതി, 13-ാം തീയതി തലേ ദിവസം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇതുപോലൊരു ലാസ്റ്റ് സപ്പർ, അതിന് ചില രീതികളുണ്ട്, ആ രീതികളിൽ ലാസ്റ്റ് സപ്പർ ആഘോഷിക്കും. അത് കഴിഞ്ഞ് അവർക്ക് ഉപവാസമാണ്. പിന്നീട് ഈ ആബിമാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് പെസഹയുടെ ആടിനെ അറുക്കുന്ന സമയം വരെ അവർ ഉപവാസത്തിലിരിക്കും, ആ ലാസ്റ്റ് സപ്പർ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ആ ലാസ്റ്റ് സപ്പറിൽ അതിനകത്ത് ആടിനെയൊന്നും അറക്കുന്നില്ല, ആടിനെ അറക്കുന്ന നെക്സ്റ്റ് ഡേയിലാണ്. അങ്ങനത്തെ ആ ഒരു സപ്പറിനോടുള്ള ബന്ധത്തിലാണ് കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയത് എന്ന ഒരു വാദഗതിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഞാനതിൻ്റെ വിവിധങ്ങളായ പഠനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ കാതലായ വിഷയം ഇത്രയേ ഉള്ളൂ. പെസഹയുടെ ദിവസം പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹ എന്താണെന്നുള്ളത് പുതിയ നിയമ ക്രിസ്ത്യാനി മനസ്സിലാക്കിക്കൊള്ളണം. പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന, അടിമത്തത്തിൽ കിടന്ന, സാത്താൻ്റെ അടിമത്തത്തിൽ കിടന്ന മാനവവർഗത്തെ വിമോചിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് കാൽവറിയിൽ ഒരു യാഗമായി തീർന്നു, അല്ലെങ്കിൽ അവനൊരു പെസഹായി തീർന്നു. അങ്ങനെ പെസഹായി തീർന്നു എന്ന കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ പെസഹ എന്ന് ആചരിക്കുന്നു അന്ന് തന്നെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, നമ്മൾ അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം വരുമ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. വേറെയും 2-3 വാക്യങ്ങളിലൂടെ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 18 വേഴ്സ് 28. ആസ്ഥാനം മീൻസ് പ്രിറ്റോറിയം, അതായത് പീലാത്തോസിൻ്റെ ആസ്ഥാനത്തിന് പറയുന്നതാണ് പ്രിറ്റോറിയം. ഇവർ ആസ്ഥാനത്തിൽ കടന്നില്ല. കാരണം എന്താ? ഇതിൻ്റെ ടൈം ലൈൻ നിങ്ങൾ നോക്കണം കേട്ടോ. ഗെഥസമനയിൽ നിന്ന് യേശുവിനെ പിടിച്ചുകൊണ്ട് വരുന്നു, പിന്നെ മഹാപുരോഹിതൻ്റെ അരമനയിൽ കൊണ്ടുവരുന്നു, വിസ്താരങ്ങൾ നടക്കുന്നു.
അവിടെ നിന്ന് പീലാത്തോസിൻ്റെ ആസ്ഥാനത്തേക്ക്, അഥവാ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ഹെരോദാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് വീണ്ടും മടക്കി പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. ഇത് പ്രഭാത സമയം വരികയാണ്. അതായത് തലേ രാത്രി മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. രാത്രി മുഴുവൻ കോടതികളെല്ലാം ഉണർന്നിരിക്കുകയാണ്. രാത്രി മുഴുവനും നമ്മുടെ സുപ്രീം കോടതി അങ്ങനെ ഉണർന്നിരുന്ന് കേസ് കേട്ട കാര്യങ്ങൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഓർക്കുക. കർണാടകയിലെ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്ന വിഷയത്തിലും വേറെ ഏതോ ഒരു പ്രമാദമായ വിഷയത്തിലും രാത്രി 12 മണിക്കോ 2 മണിക്കോ എങ്ങാണ്ടൊക്കെ ഇന്ത്യയുടെ സുപ്രീം കോടതി എഴുന്നേറ്റിരുന്നായിരുന്നു. അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയല്ല ആദ്യം എഴുന്നേറ്റിരുന്നത്, ആദ്യം ഈ പീലാത്തോസിൻ്റെ കോടതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രാത്രിയിൽ, അതായത് സൻഹെദ്രീൻ സംഘം ഒത്തുകൂടിയിരിക്കുകയാണ് മഹാപുരോഹിതൻ്റെ അരമനയിൽ. അത് കഴിഞ്ഞ് പീലാത്തോസിൻ്റെ ആസ്ഥാനമൊക്കെ രാവിലെ 10 മണിക്കല്ലേ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ 10 മണി 8 മണിയൊന്നുമില്ല, പ്രമാദമായ കേസാണ്. ആ രാത്രിയിൽ തന്നെ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ വിസ്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ വാക്യം നമ്മൾ വായിക്കുന്നത്, തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ഇത് ഗെത്സമന കഴിഞ്ഞിട്ടുള്ള വാക്യമാണത്. തർക്കമൊന്നും ഉണ്ടാവില്ല ആർക്കും, തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗെത്സമന കഴിഞ്ഞിട്ടുള്ള വാക്യമാണ്. അപ്പോൾ തങ്ങൾ പെസഹ ആചരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതുകൊണ്ട് ഇതിനകത്ത് കടന്ന് തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. അതായത് പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്ത് കടന്ന് തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ലെന്ന്. അപ്പോൾ പെസഹ വരുന്നേ ഉള്ളൂ. ആ പകൽ അവസാനിക്കുമ്പോഴാണ് അവർ പെസഹയിലേക്ക് നീങ്ങുന്നത്. ആ സന്ധ്യയ്ക്കാണ് ആടിനെ അറുത്ത് ഈ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലേ? ആ പകലങ്ങനെ മുന്നോട്ട് പോയി സന്ധ്യയോട് അടുക്കുന്ന സമയം, അതായത് 3 മണിയോട് അടുക്കുന്ന സമയത്തിന് മുൻപാണ് പെസഹയുടെ ആടിനെ അറക്കേണ്ടത്. അപ്പോൾ ഇത് സമയം പുലർച്ചെയാണ്, നേരം വെളുത്തിട്ടില്ല. നേരം വെളുക്കുന്നതിന് മുമ്പാണ് പീലാത്തോസിൻ്റെ ആസ്ഥാനത്ത് വെച്ച് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ആ വാക്യം ഓർമ്മയിലിരിക്കട്ടെ. ഇനി വീണ്ടും മത്തായി 26 വരികയാണ്. മത്തായി 26 വരുമ്പോൾ അവിടെയാണ് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുള്ളത്. മത്തായി 26 വരുമ്പോൾ, അതായത് കർത്താവ് യെരൂശലേമിലേക്ക് തൻ്റെ അവസാന സമയത്ത് വരികയാണല്ലോ. ആ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ അധ്യായങ്ങളൊക്കെ, ഈ മത്തായി 24, 25, 26 ഈ അധ്യായങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അവിടെയാണ്. 26-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞിട്ടെന്നുള്ള 2 ദിവസത്തിന് അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തത് അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. അപ്പം പെസഹ എന്നാണോ അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും. പെസഹ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയല്ല ക്രൂശിക്കുന്നത്, പെസഹയുടെ ദിവസം എന്നോ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പെസഹ വ്യാഴാഴ്ചയാണെന്ന് പറയുമല്ലോ. ഓക്കെ, വാദത്തിന് സമ്മതിച്ചു തരാം. അങ്ങനെ സമ്മതിച്ചാൽ നിങ്ങൾ ഈ വാക്യത്തെയും കൂടി അംഗീകരിച്ച് തരേണ്ടി വരും. എങ്ങനെയാ? അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന്. മുൻപ് കൊരിന്ത് ലേഖനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തെന്ന്. അത് ക്രൂശീകരണത്തിന് മുമ്പാണല്ലോ. അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുന്ന പെസഹയുടെ ദിവസമാണെങ്കിൽ പെസഹയുടെ തലേ ദിവസം അപ്പം എടുത്ത് നുറുക്കി. നമുക്കതിൽ കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള മിനിമം സോഴ്സ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി ആ അന്ത്യാത്താഴം കഴിച്ചത് ആവി മാസം 13-ാം തീയതി, അതായത് തലേ ദിവസം, അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ചയായിരുന്നു അങ്ങനെ ഒത്തുകൂടിയത്. നെക്സ്റ്റ് ഡേയിലാണ് ക്രൂശീകരണം നടക്കുന്നത്. ആ രാത്രി മുഴുവനുമാണ് ഗെത്സമന മുതലുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മത്തായി 26 പല വാക്യങ്ങളുമാണ് കഴിഞ്ഞ ആഴ്ച പലരും കമൻസിൽ കൊണ്ടുവന്ന് എഴുതാനിടയായത്. ഈ മത്തായി 26 കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമല്ല സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യത്തിൻ്റെ ഉത്തരത്തിലെത്തേണ്ടത്. 4 സുവിശേഷങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് വേണം ഈ കാര്യത്തെ നമുക്ക് പൂർണ്ണമായും ഗ്രഹിക്കാനായിട്ട്. ഇപ്പോൾ മത്തായിയും മാർക്കോസിലേക്ക് നമ്മൾ വന്നാൽ ഗെത്സമനയിൽ കർത്താവ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ട് ഗെത്സമനയിൽ. അതേസമയം ലൂക്കോസിലേക്ക് വരുമ്പോൾ 1 തവണ പ്രാർത്ഥിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് വിശ്വസിക്കും? യോഹന്നാനിലേക്ക് വരുമ്പോൾ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഓരോ സുവിശേഷ എഴുത്തുകാരും ഏത് കാര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് ഹൈലൈറ്റ് ചെയ്ത് പറയും.
ബാക്കി കാര്യങ്ങളെ സൈലൻ്റായിട്ട് വിടും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഏതെങ്കിലും ഒരു വാക്യമോ ഒരു അധ്യായം എടുത്തുകൊണ്ട് മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കണം. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർപ്പുതുള്ളിയായിട്ട് വീണെന്ന് ലൂക്കോസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ സമയത്ത് സ്വർഗ്ഗദൂതൻ വന്ന് തന്നെ ശക്തിപ്പെടുത്തി എന്നുള്ളതും ലൂക്കോസേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മത്തായി മർക്കോസ് അതൊന്നും അറിഞ്ഞില്ലേ? അവരതിനല്ല പ്രാധാന്യം കൊടുത്തത്. അവർ പ്രാധാന്യം കൊടുത്ത 3 പ്രാവശ്യത്തെ പ്രാർത്ഥനയും ഓരോ തവണ ശിഷ്യന്മാരോട് വന്ന് കർത്താവ് സംസാരിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ലൂക്കോസ് ആ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. ആ പ്രാർത്ഥനയുടെ തീവ്രതയാണ് ലൂക്കോസ് വെളിപ്പെടുത്തുന്നത്, അതിൻ്റെ തീവ്രത. അപ്പോൾ അവിടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ പാനപാത്രത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സാധാരണ പ്രസംഗങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്, ഞാനും പലപ്പോഴായിട്ട് ഉദ്ധരിക്കുന്നൊരു കാര്യമാണ്. പാനപാത്രം നീക്കാവോ എന്ന് ചോദിച്ചപ്പോൾ നീക്കിയില്ല, അതിന് പകരം പിതാവ് മുഖം മറച്ചെന്ന് നമ്മൾ പറയും. അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അങ്ങനെ പറയാനുള്ള പ്രേരണ വന്നത്? പിതാവ് മുഖം മറച്ചെന്ന് പറയുന്നത് അങ്ങനെ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കതിനൊരു ഉത്തരം കിട്ടുന്നത് 22-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അതൊരു മശിഹൈക സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ ക്രൂശീകരണം ഇത്ര ഡെപ്തിൽ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനം വേറെയില്ല. 22-ാം സങ്കീർത്തനത്തിലെ അനവധി വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ കാര്യം പറയുന്നത്. അതായത് പിതാവ് മുഖം മറച്ച നിമിഷങ്ങളെന്ന്. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപിയാക്കി എന്നല്ല, പാപമാക്കി. അപ്പോൾ പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ പാപത്തോടുള്ള പിതാവിൻ്റെ ആ മനോഭാവത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്, പാപത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ സമ്പൂർണ്ണമായും പുത്രനെ കൈവിട്ട് കളഞ്ഞെന്നല്ലല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ആത്മീയമായൊരു പഠനമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പിതാവ് മുഖം മറച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് പാപത്തോടുള്ള ബന്ധത്തിലെ പിതാവിൻ്റെ മനോഭാവത്തെയാണത് കാണിക്കുന്നത്. എന്നാൽ ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റൊരു പിക്ചർ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ആദമും ഹവ്വയെയും നമ്മൾ അവിടെ കാണുന്നു. അവർ പാപം ചെയ്തു. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം അവരുടെ അടുക്കൽ വരികയാണ്. ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ അവർ പാപം ചെയ്ത് നഗ്നരായി നിൽക്കുന്ന ഒരു നിൽപ്പാണ്. അവർ തന്നെ ഒരു ഗിമിക് വേലയൊക്കെ ഒപ്പിച്ച് അത്തിയില കൊണ്ടുള്ളൊരു പരിപാടിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്യുന്നതൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പ്രാപ്തമായ കാര്യങ്ങളല്ല. ആ ടെക്സ്റ്റൈൽ കൊണ്ടൊന്നും നഗ്നത മറയ്ക്കാനായിട്ട് കഴിയില്ല. എന്നാൽ യഹോവയായ ദൈവം അവരോട് സംസാരിക്കുകയാണ്. ആദമേ നീ എവിടെയെന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെ ഒരു സംഭാഷണമുണ്ട്. അപ്പോൾ പിതാവ് മുഖം മറച്ചോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടെത്തും? ഇപ്പോൾ തൻ്റെ പ്രിയപുത്രനായ ആദം അവരുടെ ഉള്ളിൽ പാപം കയറിയിരിക്കുകയാണ്. പാപത്തോടുള്ള മനോഭാവം ഇതാണെങ്കിൽ പിതാവ് അവിടെ മുഖം മറച്ച് കളയണ്ടേ? അവരോട് സംസാരിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കും. അവിടെ ഒരു കമ്മ്യൂണിയൻ അല്ല കാണിക്കുന്നത്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദമിനോട് സംസാരിക്കുന്നു. അതായത് ചില കാര്യങ്ങൾ പറഞ്ഞു. ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പാപത്തെ പുറത്താക്കിയല്ലേ? പാപം അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പാപത്തെയും ആദമിനെയും രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്തു? പാപമകത്തുള്ള മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതാണ് പിതാവിൻ്റെ മനോഭാവം. പിതാവുമായിട്ട് ഫെലോഷിപ്പ് സാധ്യമല്ല. ഗെത്സമനയിലേക്ക് വരുമ്പോൾ എന്താ കാണിക്കുന്നത്? പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി, പാനപാത്രം കുടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് മുഖം മറച്ചെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ നിമിഷങ്ങളിൽ ഫെലോഷിപ്പ് ഇല്ല. ഇതാണ് നമുക്ക് പഠനത്തിനായിട്ട് എടുക്കേണ്ട വിഷയം. മനുഷ്യവർഗം, വിശ്വാസി സമൂഹം പഠനത്തിനായിട്ട് എപ്പോഴും ആ കാര്യം എടുക്കുക. പിതാവിൻ്റെ മനോഭാവം. പാപിയെ സ്നേഹിക്കുന്നു, പാപിക്ക് വേണ്ടി കരുതുന്നു. അതാണ് ആദമിനോട് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി വന്ന് നിന്റെ തലമുറയെ യഥാസ്ഥാനപ്പെടുത്തുമെന്നൊരു വാക്റ്റത്വമാണ് കൊടുക്കുന്നത്. പാപിയോടുള്ള കരുതലും സ്നേഹവുമാണത് കാണിക്കുന്നത്. കൈവിട്ട് കളയുകയല്ല. പിതാവ് മുൻകൈ എടുത്തിട്ടാണത് പറയുന്നത്. ആദം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, ഒരു പ്ലാൻ ബി ഉണ്ടോ പിതാവേ എന്നൊന്നും ചോദിച്ചില്ല. ആദം അവിടെ പ്ലാൻ ബിയോ പ്ലാൻ സിയോ എല്ലോ ചോദിച്ചോ? ഒന്നുമില്ല. എല്ലാ പ്ലാനും സൃഷ്ടാവിൻ്റെ ഉള്ളിലുണ്ട്. സൃഷ്ടാവ് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി വന്ന് കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഗെത്സമനയിൽ പിതാവ് മുഖം മറച്ചെന്ന് പറയുമ്പോൾ അത് എന്നേക്കുമായിട്ട് മുഖം മറക്കുകയല്ല. 18-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ മുഖം മറച്ച പിതാവ് അവന് മുഖം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. 18-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം.
18-ാം സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചേർത്തങ്ങ് വായിക്കാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ദാവീദ് ഒരിക്കലും പോയിട്ടില്ല. ഇത് മശികൈക സങ്കീർത്തനമാണ്. 16, 18, 22 എന്നൊക്കെ പറയുന്നത് മശികൈക സങ്കീർത്തനമാണ്. അപ്പം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. അതായത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്ന്. അതിൻ്റെ ശേഷം 16-ാം സങ്കീർത്തനവും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഇവിടെ വായിച്ച പോലെ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്ന, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട വാക്യമാണ്. പാതാളത്തിൽ വിട്ട് കളഞ്ഞില്ല, പ്രാർത്ഥന കേട്ടു, മന്ദിരത്തിൽ നിന്ന് ഉത്തരമരുളി. അതുപോലെ എബ്രായ ലേഖനത്തിലും ആ കാര്യം എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചനയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അത് എത്ര വികലമായിട്ടാണെന്നറിയാമോ നമ്മുടെ പ്രഭാഷകർ ആ വാക്യത്തിൻ്റെ അർത്ഥം എടുക്കുന്നത്. അവർ പറയുന്നത് യേശുക്രിസ്തു ക്രൂശീകരണത്തിന് മുമ്പ് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. വേറൊരാൾ പറഞ്ഞു വരുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കരച്ചിലായിരുന്നു, അങ്ങനത്തെ പ്രാർത്ഥനയാണ് എബ്രായരിൽ പറയുന്നതെന്നൊക്കെ. അതൊന്നുമല്ല. അത് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ക്രൂശീകരണത്തിൻ്റെ ആഴവും ശിക്ഷാവിധിയുടെ കാഠിന്യവും യെശയ്യാവ് 53-ൻ്റെ ഒരു തുറവിയും ഒക്കെ നമുക്ക് ലഭിക്കും. യെശയ്യാവ് 53 തുറന്നു കിട്ടിയില്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഉത്തരമാകില്ല. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നുള്ള കാര്യമൊക്കെ അവിടെയല്ലേ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ 26-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. മത്തായി 26-ലേക്ക്. മത്തായി 26-ൻ്റെ 20-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആവി മാസം 13-ാം തീയതിയിലത്തെ കാര്യമാണത്. സന്ധ്യയായപ്പോൾ. അത് കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി അന്ത്യാത്താഴം കഴിഞ്ഞു. അവിടെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്യം നമ്മൾ നോക്കുന്നത് 30-ാമത്തെ വാക്യമാണ്. 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഈ സെയിം കാര്യം തന്നെ നമുക്ക് മർക്കോസിലും കാണാം, ലൂക്കോസിലും കാണാം. എന്നാൽ യോഹന്നാനി വരുമ്പോൾ കാണുന്നത് യേശു കെദ്രോൻ തോട് കടന്ന് ഗെഥസമനയിലേക്ക് പോയി എന്നുള്ളതാണ് കാണുന്നത്. കെദ്രോൻ തോട് കടന്ന് ഗെഥസമനയിലേക്ക് പോയെന്ന്. ബാക്കി സുവിശേഷകർ പറയുമ്പോൾ ഒലിവുമലയിൽ വന്ന കാര്യമാണ് പറയുന്നത്. കെദ്രോൻ തോട് കടന്നിട്ടാണ് ഒലിവുമലയിലേക്ക് വരുന്നത്. ഒലിവുമല യോഹന്നാൻ സൈലൻ്റ് ആക്കി വിട്ടു. ഒലിവുമലയിൽ വന്ന് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും യോഹന്നാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. യോഹന്നാൻ നേരെ ഗെഥസമനയിലേക്കാണ് വരുന്നത്. ഗെഥസമനയിലേക്ക് വന്നു. അല്പസമയത്തിന് ശേഷം യൂദായും പരിവാരങ്ങളുമായിട്ട് വരികയാണ്. അത് വിസ്തരിച്ച് പറയുകയാണ് അവിടെ. ആ കാര്യങ്ങൾ ഗെഥസമന യോഹന്നാൻ വിസ്തരിച്ച് പറയുകയാണ്. ഇവിടെ വരുമ്പോൾ മത്തായി പറഞ്ഞു വരുമ്പോൾ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അങ്ങനെ ഒലിവുമലയിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഗെഥസമന എന്ന തോട്ടത്തിൽ വന്നു. അപ്പോൾ ഒലിവുമലയിലെ കാര്യങ്ങൾ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫിലുണ്ട്, അവിടെ സംഭവിച്ച സംഭാഷണങ്ങളൊക്കെ. അതൊന്നും യോഹന്നാനിലില്ല. യോഹന്നാനിലില്ലാത്തത് കൊണ്ട് ഒലിവുമലയിൽ പോയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നു, അത്രമാത്രം. അപ്പോൾ നമ്മളതിൻ്റെ ആ ടൈം ലൈൻ നോക്കുമ്പോൾ നേരെ ഒലിവുമലയിലേക്ക് വരുന്നു. ഒലിവുമലയിൽ നിന്ന് പിന്നീട് ഗെഥസമനയിലേക്ക് വരുന്നു. ഗെഥസമനയിലെ പ്രാർത്ഥനകളാണ് പിന്നെ താഴെ കാണുന്നത്. പ്രാർത്ഥനകളല്ല, പ്രാർത്ഥനയിൽ 3 വട്ടം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നതും പത്രോസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ ചേവകരെല്ലാം വന്ന് പിടിക്കുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട്
അതിൻ്റെ 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ കാണുന്നത്, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ സംഭവം എവിടെ എത്തി? മഹാപുരോഹിതന്മാരുടെ അരമനയിലെത്തി യേശു ക്രിസ്തു. അവിടെ ചെന്ന് പിന്നെ വിസ്താരങ്ങളാണ്. അങ്ങനെ ആ വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് അതിൻ്റെ 65-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വന്ദിനായവൻ്റെ പുത്രനായ ക്രിസ്തു നീ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, യെസ്, അതെ, ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുന്നുണ്ട്. 65-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് എന്ത് കാര്യമെന്നൊക്കെയാണ് അവിടെ മഹാപുരോഹിതൻ ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് 27-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ, പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ രാത്രിയിലാണ് ഗെത്സമനയിൽ പിടിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സൻഹദ്രീ സംഘത്തിന് മുമ്പാകെ മഹാപുരോഹിതന്മാരുടെ പ്രസൻസിൽ ഈ കാര്യങ്ങളെല്ലാം വിസ്തരിക്കുകയാണ്. അതങ്ങനെ നീണ്ടുപോയി. പുലർച്ചെയായപ്പോഴത്തേക്കും പീലാത്തോസിൻ്റെ ആസ്ഥാനത്ത് എത്തിക്കുകയാണ്. അതാണ് 27-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പിന്നീട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഹെരോദാവിൻ്റെ അടുക്ക പോകുന്നതൊക്കെയുണ്ട്. അവനെ ക്രൂശിക്കണമെന്നുള്ളത് ജനം പറയുന്നുണ്ട്. ഈ ഉത്സവത്തിൻ്റെ ദിനം പെസഹായോടുള്ള ബന്ധത്തിൽ ജയിലിൽ നിന്ന് ഒരുവനെ വിട്ടുകൊടുക്കുന്നൊരു പതിവ് അവർക്കുണ്ട്. അതായത് ഒരാളെ റിലീസ് ചെയ്യുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഈ തവണ ആരെ എന്ത് ചെയ്യണം? ഈ നസ്രായനെ യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്നുള്ള ചോദ്യത്തിന് ജനമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതിയെന്ന്. ഈ ശബ്ദം തന്നെയായിരുന്നു, ഇതേ നിലയിലുള്ള നല്ല ശബ്ദം തന്നെയായിരുന്നു ഒരാഴ്ച മുമ്പ്. അതായത് ഒരാഴ്ച എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതുപോലെ നല്ല ആർപ്പിട്ട ഒരു ദിവസമായിരുന്നു. അതിൻ്റെ ഒരു 3-4 ദിവസം പിന്നിൽ ഓശാന ദിവസം. അന്ന് ദാവീദ് പുത്രനെ ഓശന്നെ പറയും, ജയ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ അതേ സമൂഹം തന്നെ പറയുകയാണ് അവനെ ക്രൂശിക്കണമെന്ന്. അതാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. മർക്കോസ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ലൂക്കോസിലേക്കൊന്ന് കടന്നു പോകാം. 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുന്നത്, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന അന്ന് തന്നെ ഇവർ അപ്പവും കയ്പ് ചീരയൊക്കെ കഴിക്കുന്ന ദിവസം തന്നെയാണ്. ആടിനെ അറുക്കുക മാത്രമല്ല, അതിൻ്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കും. ആ കൂട്ടത്തിൽ ഈ പുളിപ്പില്ലാത്ത അപ്പം കയ്പ് ചീരയോടുകൂടി ഭക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയയോടുകൂടിയാണ് പെസഹ പൂർത്തീകരിക്കപ്പെടുന്നത്. പെസഹയുടെ ആടിനെ അറുത്ത് അതിൻ്റെ മാംസം മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഈ കാര്യങ്ങളും കൂടെ കഴിക്കും. അപ്പോൾ അതങ്ങനെ അവിടെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലെ 26-ാം അധ്യായം നിങ്ങളുടെ മുമ്പിൽ കുറേ വാക്യങ്ങളെ ഇങ്ങനെ അവതരിപ്പിച്ചല്ലോ, അതുപോലെ തന്നെ ഈ മർക്കോസിലെയും വാക്യങ്ങളെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടുകൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു അവരോട് സംസാരിക്കുകയാണ്. സന്ധ്യയായപ്പോൾ, ആ സന്ധ്യ എന്ന് പറയുന്നത് എന്താ? തലേദിവസമല്ലേ? തന്നെ ക്രൂശിക്കുന്നതിൻ്റെ തലേദിവസമാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷിക്കുന്നത്. തലേദിവസം സന്ധ്യാസമയത്ത്, ആ സന്ധ്യാസമയത്ത് ഭക്ഷിച്ചതിന് ശേഷമാണ് അവർ ഗെത്സമനയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ആ പാരഗ്രാഫ് മുഴുവൻ നോക്കുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ പാനപാത്രം കുടിക്കുന്നതും ഒക്കെയായ കാര്യമാണ് 2 പാരഗ്രാഫിലുള്ളത്. അതിൻ്റെ ഒടുവിൽ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. മാർക്കോസും പറയുന്നുണ്ട് അവർ ഒലിവുമലയിലേക്ക് പോയെന്ന്. ലൂക്കോസിൽ വരുമ്പോൾ ലൂക്കോസും പറയും. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അങ്ങനെ നമ്മൾ കാണില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒലിവുമലയിൽ നിന്ന് അവർ ഗെത്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നീട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ പിക്ചർ നിങ്ങളുടെ ഉള്ളിൽ വരാനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും എല്ലാ സുവിശേഷങ്ങളിൽ നിന്ന് ഈ വാക്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു പിക്ചർ കിട്ടുകയാണ്. കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി അന്ത്യാത്താഴം കഴിക്കുന്നു, അതായത് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു. നെക്സ്റ്റ് ഡേ തന്നെയാണ് പെസഹ. അപ്പോൾ പെസഹായുടെ മുമ്പ് നമുക്കറിയാം ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്പെഷ്യൽ കേസാണ്. പെസഹ ആചരിക്കേണ്ട യേശു ക്രിസ്തുവും ശിഷ്യന്മാരും നെക്സ്റ്റ് ഡേയിൽ പെസഹ ആചരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ് പെസഹായുടെ കുഞ്ഞാട്, അറുക്കപ്പെടേണ്ട കുഞ്ഞാടാണ്. അന്ന് അവന് ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് ഈ കാര്യം ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ടാണ് അഡ്വാൻസ് ചെയ്ത് തലേ ദിവസം ചൊവ്വാഴ്ച ദിവസം ഈ അന്ത്യ അത്താഴത്തിന് ഇരിക്കുന്നത്. അന്ത്യ അത്താഴം കഴിഞ്ഞ് പിന്നീട് ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോകുന്നു. ഒലിവുമലയിൽ നിന്ന് ഗെത്സമനയിൽ വരുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും പടിയുമായി വന്നു. ഓക്കേ, അപ്പോൾ നമ്മൾ സെയിം കാര്യം തന്നെയാണ് കാണുന്നത്. മത്തായി കണ്ട സെയിം കാര്യം തന്നെയാണ് കാണുന്നത്. ഇനി നേരെ ലൂക്കോസിലേക്ക് വരിക. ലൂക്കോസ് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം, അതായത് ഹോശന്ന ദിനം അവിടെ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് 22-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. അപ്പോൾ പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു എന്നുള്ളതാണ് അവിടെ കണ്ടത്. അതിൻ്റെ 15-ാം വാക്യം നമ്മൾ അല്പം മുമ്പ് വായിച്ചാണ്, ഒന്നുകൂടെ വായിക്കാം. 22-15 വായിച്ചേ ഷിജു പാസ്റ്ററെ. ലൂക്കോസ് 22-15. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. താൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. പെസഹ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഒരു പെരുന്നാളാണ്, ഒരു ആഘോഷമാണ്, ഒരു ആനന്ദകരമായ നിമിഷമാണ്, ഒരു വിടുതലിൻ്റെ സ്മരണയാണത്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അതെന്താ? താൻ കഷ്ടം അനുഭവിക്കാൻ പോവുകയാണ്. മാനവലോകത്തിനും വേണ്ടി, അവരുടെ വിടുതലിനു വേണ്ടി, സംഹാരകനിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി താൻ അറുക്കപ്പെടാൻ പോവുകയാണ്. അതാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അതായത് പെസഹായിക്ക് താൻ അറുക്കപ്പെടാൻ പോവുകയാണ്. ആ പെസഹ തലേ ദിവസം താൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആചരിക്കുകയാണ്. അവിടെ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു കാര്യം സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആ കാര്യം എന്ന് പറയുന്നത് പെസഹായുടെ ആടിനെ അറുക്കുന്നില്ല. ഏത് തലേദിവസം യേശു ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി ആ അന്ത്യ അത്താഴത്തിലിരിക്കുമ്പോൾ നമുക്ക് ഒരു വാക്യങ്ങളിലൂടെ അതിൻ്റെ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല പെസഹായുടെ ആടിനെ അറുക്കുന്നതായിട്ട്. കാരണം ആ ആട് ഇപ്പോൾ അവരുടെ നടുവിലിരിക്കുകയാണ്. അറുക്കപ്പെടേണ്ട ദൈവകുഞ്ഞാട് അവരുടെ നടുവിലിരിക്കുകയാണ്. മുന്നമേ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കഫർന്നഹൂമിൽ വെച്ച് ചില നാളുകൾക്ക് മുമ്പ്, അതായത് നാളും മാസമൊന്നുമല്ല, തൻ്റെ ശുശ്രൂഷയുടെ ഒരു ആരംഭ കാലഘട്ടത്തിലാണ് പറഞ്ഞത്. തൻ്റെ ക്രൂശീകരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കർത്താവ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന കാര്യം, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന്. അതായത് കാൽവറിയിൽ താൻ ബലിയായി തീരുമ്പോൾ അവിടെ ചിന്തുന്ന രക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണവും പാപമോചനവും ലഭിക്കും. അതുപോലെ തൻ്റെ ശരീരം അവിടെ തകർക്കപ്പെടുന്ന നിമിത്തം ലഭിക്കപ്പെടുന്നതായ ആ വിടുതൽ എന്ന് പറയുന്നത്, അല്ലേ, പാപത്തിൽ നിന്നുള്ളൊരു വിടുതലാണത്. തൻ്റെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതിൽ നിന്ന് അവസാന തുള്ളി രക്തം വരെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകുകയാണ്. ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് യോഹന്നാൻ 6-ൽ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണമെന്ന്. അത് ലിറ്ററലി മാംസം ഭക്ഷിക്കുകയും ലിറ്ററലി രക്തം കുടിക്കുക എന്നുള്ളതൊന്നും അല്ല അർത്ഥമാക്കുന്നത്. അത് വിരൽ ചൂണ്ടുന്നത് കാൽവറിയിലേക്കാണ്. യോഹന്നാൻ 6-ാം അധ്യായം വിരൽ ചൂണ്ടുന്നത് കാൽവറിയിലേക്കാണ്. ഭാവികാലത്ത് നടക്കാൻ പോകുന്ന ആ പരമയാഗത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് യോഹന്നാൻ 6-ാം അധ്യായം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യോഹന്നാൻ 6:40 തന്നെയുണ്ട്, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ആ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന ഒരുവന് നിത്യജീവൻ ലഭിക്കുകയാണ്. അവൻ നിത്യജീവനിലേക്ക് കടക്കുകയാണ്. അങ്ങനെയുള്ളവരെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതെല്ലാം കാൽവറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൂക്കോസ് 22-ന്റെ 15-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ശബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ അന്ത്യാത്താഴം കഴിച്ചതും. ആ രാത്രിയിൽ പിടിക്കപ്പെട്ടു. പുലർച്ചെ വിസ്താരം പൂർത്തീകരിച്ച് ഈ പറയപ്പെട്ട ബുധനാഴ്ച ആബിബ് മാസം 14-ാം തീയതി പ്രഭാതത്തിൽ 9 മണി സമയത്ത്, അതായത് പ്രഭാതയാഗത്തിൻ്റെ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്,
പെസഹായുടെ കാര്യം മാത്രം ഒത്തുവന്നാൽ പോരാ, മറ്റൊരു ഗൗരവമായ വിഷയമുണ്ട്. കാലങ്ങളായി സമാഗമന കൂടാരത്തിൽ യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട യാഗങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ യാഗമാണ് ഹോമയാഗം. ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് സാമാന്യ ജനം ഹോമയാഗം കൊണ്ടുവരും, അതേസമയം അവരുടെ കസ്റ്റം എന്ന നിലയിൽ നിരന്തരമായി പ്രഭാതത്തിലും സന്ധിക്കും അവരുടെ പുരോഹിതന്മാർ യാഗം അർപ്പിച്ചിരിക്കണം, ഹോമയാഗം അർപ്പിച്ചിരിക്കണം. ജനം കൊണ്ടുവരുന്നതൊക്കെ അത് എക്സ്ട്രാ കാര്യങ്ങളാണ്, വേറെ കാര്യങ്ങളാണ്. അതല്ലാതെ തന്നെ നോർമലി തുടർമാനമായി അവിടെ യാഗം അർപ്പിച്ചിരിക്കണം. അതിന് പറയുന്നതാണ് കണ്ടിന്യൂവൽ ബേൺ സാക്രിഫൈസ് എന്ന്. തുടർമാനമായി നടക്കുന്ന ആ യാഗം ഏകദേശം 1445 വർഷം ഇസ്രായേലിൻ്റെ നടുവിൽ ഈ ഹോമയാഗം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, പ്രഭാതത്തിലും സന്ധ്യാസമയത്തും. അതായത് രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കും 2 യാഗങ്ങളാണ് അവർക്കുള്ളത്. ആ യാഗങ്ങൾ നിറവടിയായി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ, ഈ ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ പ്രഭാതയാഗം യെരുശലേം ദേവാലയത്തിൽ അറുക്കുന്ന സമയത്ത് തന്നെയാണ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചത്, ക്രൂശയിലേക്ക് കയറ്റിയത്. അത് കഴിഞ്ഞ് അവിടെ സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയത്താണ് കർത്താവ് പ്രാണനെ വെടിയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്, ഇതെല്ലാം വെച്ചിട്ട്. അപ്പോൾ സന്ധ്യായാഗത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പെസഹായുടെ ആടിനെയും അറക്കുന്നത്. സന്ധ്യായാഗത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. സന്ധ്യായാഗം നോർമലി അവിടെ നടക്കണം, അതും പെസഹായുടെ ആടുമായിട്ട് ബന്ധമില്ല. അത് എല്ലാ ദിവസവും സാധാരണ മട്ടിൽ നടക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നടക്കേണ്ട കാര്യമാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ഫീസ്റ്റ് അഥവാ ഉത്സവമായ പെസഹ എന്ന് പറയുന്ന അതിൻ്റെ ആടിനെ അറക്കുന്നത്. അപ്പം ആ ദിവസം സന്ധ്യാസമയത്ത് ആബീബ് മാസം 14-ാം തീയതി അവരുടെ മാസങ്ങളുടെ ആരംഭമാണ് ആബീബ് മാസം. അത് നമ്മൾ ആബീബ് എന്നും പറയും, ആവീബ് എന്നും പറയും. യഹൂദന്മാരുടെ ആ ഇത് നമ്മൾ നോക്കിയാൽ ആബീബ് മാസം നമ്മൾ സാധാരണ പറയും, അവർ പറയുമ്പോൾ ആവീബ് മാസം എന്നും കൂടെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി കാണാം. അതേസമയം ആ മാസത്തിന് മറ്റൊരു പേരും കൂടെയുണ്ട്, നീസാൻ എന്നൊരു പേരും കൂടെയുണ്ട്, നീസാൻ. അവരുടെ 1-ാം പ്രവാസത്തിന് ശേഷമാണ് ഈ നീസാൻ എന്ന് പറയുന്ന ആ പേര് അവരുടെ 1-ാം മാസത്തിന് കൊടുക്കുന്നത്. അത് ബാബിലോണിയരുടെ മാസമാണ് നീസാൻ എന്ന് പറയുന്നത്, 1-ാം മാസം, അവരുടെ 1-ാം മാസം. ആ പേര് ഇവരുടെ മാസത്തിന് കൂട്ടിച്ചേർത്തു. അത് ചില മാസങ്ങൾക്ക് 2 പേരുണ്ട്. അതായത് യഥാനീം എന്ന് പറയുന്ന മാസത്തിന് മറ്റൊരു പേരുണ്ട്, യഥാനീം എന്ന് പറയുന്ന മാസത്തിന് 2 പേരുണ്ട്. അതുപോലെ ഈ ആബീബ് മാസത്തിനും ഇങ്ങനെ പറയും, ആബീബ് മാസം ഓർ നീസാൻ 14-ാം തീയതി എന്ന് പറയും. ശരിക്കും അത് ഈ ബാബിലോണിൽ നിന്ന് കടമെടുത്ത ഒരു പേരാണ്. ഇവരുടെ പരമ്പരാഗതമായ യഹൂദ പേരെന്ന് പറയുന്ന ആബീബ് മാസം 14-ാം തീയതി എന്നുള്ളതാണ്. അപ്പോൾ 14-ാം തീയതി ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ക്രമത്തിൽ പ്രഭാതയാഗത്തിൻ്റെ സമയത്ത് കർത്താവിനെ ക്രൂശിച്ചു. ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. സന്ധ്യായാഗത്തിൻ്റെ സമയമാകാറായപ്പോഴത്തേക്കും അവർ പെസഹ ആചരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ പെസഹ ആചരിക്കുന്ന ആ സമയത്ത് 3 മണിയോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രാണനെ വിട്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരത്തിൽ ഭരമേൽപ്പിക്കുന്നു. പിന്നീടുള്ള ആ ഒരു 3 മണിക്കൂറാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ബോഡി ക്രൂശിൽ നിന്ന് താഴെ ഇറക്കുന്നതും അരിമത്തിക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കുന്നതുമൊക്കെ. അവിടെയാണ് നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ ദിവസം, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആരംഭിക്കുകയാണ് അവിടെ. ശരിക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആരംഭിക്കുന്ന ആബീബ് മാസം 15-ാം തീയതിയാണ്, നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ്. അതേസമയം 14-ാം തീയതി തന്നെ അവർ പുളിപ്പില്ലാത്ത അപ്പം തിന്നുന്നുണ്ട്. പെസഹായോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അനുബന്ധമാണ് പുളിപ്പില്ലാത്ത അപ്പം. അങ്ങനെയല്ലേ പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവർ പെസഹ കുഞ്ഞാടിനെ അറുക്കുകയും അതിൻ്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കുകയും അതിൻ്റെ കൂടെ പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കണമെന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. ആ പറയപ്പെട്ട നിലയിലാണ് അവർ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പോരുന്നത്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു പോരുന്ന ആ കാര്യം പുറപ്പാട് ദിവസത്തിൽ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്ന കാര്യം എന്താ? അവരത് ഭക്ഷിക്കുന്ന സമയത്ത് കാലിൽ ചെരുപ്പിട്ടുകൊണ്ട്, അരയിൽ ഒരു തുണി ചുറ്റിക്കൊണ്ട്, കയ്യിൽ വടി പിടിച്ചുകൊണ്ട്, അതായത് തിടുക്കത്തോടെ തിന്നണം എന്നുള്ളതാണ്. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പിന്നെ മിസ്രൈമിൽ ഇരിക്കണ്ട, പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു പാട്ടൊക്കെ പാടുക. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. അവിടെ ഇരുന്നുകൊണ്ട് പാടരുത് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് പാടിയാൽ മതി. അവിടെ ഇരുന്നുകൊണ്ട് ഒത്തിരി പേര് പാടുന്നുണ്ട് ഈയിടെയായിട്ട്, ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പാടുന്നുണ്ട്. അത് അങ്ങനെ പാടേണ്ട പാട്ടല്ല. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പെസഹായും ചോരത്തളിയൊക്കെ കഴിഞ്ഞ് ഈ അപ്പമൊക്കെ തിന്ന് കയ്പ് ചീരയോടുകൂടെ തിന്നണം. അതൊക്കെ തിന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കാലെടുത്ത് വെക്കണം. അങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ പാടേണ്ട പാട്ടാണത്.
ഫറവോന് ഞാൻ ഇനി അടിമയല്ലെന്ന്. ഫറവോൻ്റെ വരാന്തയിൽ ഇരുന്ന് ആ പാട്ട് പാടരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞിട്ടിരിക്കുക, നിങ്ങൾ ഇപ്പോഴും ആ പഴയ സമ്പ്രദായത്തിൽ പെസഹായുടെ അപ്പമൊക്കെ തിന്ന് പാലും കുടിച്ച്, അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച പറയാൻ പറ്റിയോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു ബിഷപ്പ് വന്ന് റാന്നിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശിയുടെ ചർച്ചയിൽ വന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിരുന്നല്ലോ, അല്ലെങ്കിൽ കണ്ടിരുന്നല്ലോ. ആ പ്രധാനപ്പെട്ട ഉപദേശിയുടെ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പെസഹയുടെ അപ്പം ചുട്ട അപ്പം എൻ്റെ ഫോണിൽ ഇരിപ്പുണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെ. റാന്നിയിലെ ആ പ്രധാനപ്പെട്ട സെൻട്രൽ പാസ്റ്ററിൻ്റെ വിശ്വാസി അപ്പമൊക്കെ ചുട്ടിങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുക. അതിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് ബാംഗ്ലൂരിലിരിക്കുന്ന ഉപദേശിയുടെ കയ്യിൽ വന്നതെന്ന് ചോദിച്ചാൽ ആ ചർച്ചിൽ തന്നെ വേറൊരു വിശ്വാസി ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചത് ഇന്നും അതിൻ്റെ ഒരു തുടർച്ച പറയുന്നതെന്ന് അറിയാവോ? നമ്മുടെ ആളുകൾക്ക് വലിയ പങ്കിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയയുമില്ല. പെസഹ എന്താ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം എന്താ, ആദ്യഫലക്കറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് കറ്റ, പിന്നെ പെന്തക്കോസ്ത് പെരുന്നാൾ എന്താണ്, പാവപരിഹാര പെരുന്നാൾ എന്താണ്, ഓരോരോ കാര്യങ്ങൾ. ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനല്ലേ പാസ്റ്റർമാരെ നിയോഗിച്ചാക്കിയിരിക്കുന്നത്. അല്ലാതെ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നൊക്കെയുള്ള തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങളുമായിട്ട് ആളുകളായിട്ട് വട്ടം ചുറ്റുകയാണ്. അവർക്കിതൊന്നും അറിയില്ല. അവർ കുറച്ച് കാലം ഇവിടെ ഇരുന്ന് അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് അവസാനം അവർ തീരുമാനിക്കും എന്നാൽ പിന്നെ അവിടെ തന്നെ പോയിരുന്ന് അപ്പം ചുട്ടേക്കാമെന്ന്. അവിടെ എല്ലാവരും കൂടെ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് അപ്പം ചുടുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ റീറ്റെയിലായിട്ട് അപ്പം ചുടണ്ട, ഹോൾസെയിലായിട്ട് എല്ലാവരുടെയും കൂടെ പോയിരുന്ന് അപ്പം ചുടാം, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കും ആളുകൾ. അപ്പം നമ്മുടെ ഈ ശുശ്രൂഷകരെന്ന് പറയുന്ന ആളുകൾ ഈ വിഷയങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധന്മാരുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കണം. സംഹാരകനിൽ നിന്ന് ഇസ്രായേൽ വിടുതൽ പ്രാപിച്ചതും അവർ തിടുക്കത്തോടെ മിസ്രൈം വിട്ടതും അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് നമ്മെ സംബന്ധിച്ച്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെ ചുരുക്കുകയാണ്. ഇവിടെ ചൊവ്വയ്ക്കും ബുധനൊന്നും അല്ല സഹോദരങ്ങളെ ഞാൻ പ്രാധാന്യം കൊടുത്തത്. ചോദ്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ടാണ് ആ ചൊവ്വാഴ്ച സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്, ബുധനാഴ്ച സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഗൗരവം കൊടുക്കുന്നത് എവിടെയാണ്? പെസഹായുടെ ദിവസം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അറുക്കപ്പെട്ടു എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. തൊട്ടടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണ്. അത് 7 ദിവസമാണ്. 7 ദിവസം എന്നുള്ളതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചിട്ടിരിക്കുക, ചോദിച്ചയാൾ എന്താ നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടെ എന്നോട് ചോദിച്ചതാ, ആ 7 ദിവസം അവർ ഈ പുളിപ്പില്ലാത്ത അപ്പം തിന്നണമല്ലോ, അതിന് വല്ല അർത്ഥമുണ്ടോ എന്ന്. ഞാനാണെങ്കിൽ ഒരു 900 പ്രാവശ്യം അതിൻ്റെ വിശദീകരണമൊക്കെ പ്രസംഗിച്ച് മടുത്ത് കിടക്കുക. 7 എന്ന് പറയുന്നാൽ പൂർണ്ണതയെ കാണിക്കുന്നു. യഹൂദന് 7 ദിവസമാണെങ്കിൽ നമുക്ക് അത് മുഴു ജീവിതവുമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം അവർക്കാണ്. നമ്മെ സംബന്ധിച്ച് അത് ഹോളി ലൈഫാണ്, അഥവാ വിശുദ്ധ ജീവിതമാണെന്നൊക്കെ ഞാൻ എത്രയോ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി. വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്ലസി കേട്ടിട്ടുണ്ടോ? പ്ലസി കണ്ടോ? ഇപ്പം 2 പേരായി, ഭൂരിപക്ഷമായി. ഇനിയും ചോദിച്ച ആളുകൾ പറയും. കണ്ടോ, മിനിങ്ങാന്ന് സ്നാനപ്പെട്ടുള്ളൂ സെബാസ്റ്റ്യൻ ജോസഫ്. സെബാസ്റ്റ്യൻ പോലും ഈ കാര്യം കേട്ടു വെച്ചിരിക്കുക. അപ്പം 3 വർഷമായിട്ട് അല്ലല്ലോ എബി, എത്ര പറഞ്ഞു? 199 അപ്പോൾ ഏതാണ്ട് 3.5 വർഷത്തിൽ കൂടുതലായിട്ട് ഒന്നാമത്തെ മെസ്സേജ് മുതൽ, ഒന്നാമത്തെ പ്രസംഗം മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സംഭ്രമം ഉണ്ടായോ മൊഹാലസ്യം ഉണ്ടായോ എന്നറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു അത് തന്നെത്താൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മറുപടി എനിക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണോ ഒരു പാവം പിടിച്ച വിശ്വാസിയോടൊരു പാസ്റ്റർ പറയേണ്ടത്? പാസ്റ്റർക്കും ടെൻഷൻ തരുമോ വിശ്വാസി? പാസ്റ്റർ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? പാസ്റ്റർ എത്രയോ വട്ടം പ്രസംഗിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ബുക്കോ പേപ്പറോ പേനയോ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോകും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുന്നയാളാണ്. അതുകൊണ്ട് ഞാൻ പലതും കുറിച്ച് വയ്ക്കുക. ഇപ്പോൾ പ്രായമായതിൻ്റെ പേരിലും ഉള്ള മറവിയുണ്ട്, അങ്ങനെ സ്വാഭാവികമായിട്ട് മറവി വരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രമം പറഞ്ഞത് മനസ്സിലായില്ലേ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കുകയാണ്. നമ്മുടെ മുഴുവൻ ആയുസ്സും വിശുദ്ധ ജീവിതമാണ്.
വിശുദ്ധ ജീവിതം നയിക്കണം. അതല്ലാതെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഉഴുന്നും കുറച്ച് തേങ്ങയും കുറച്ച് മാങ്ങയും മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് അപ്പമൊക്കെ ചുട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലും പിഴിഞ്ഞ് കുറച്ച് ശർക്കരയും ഇട്ട് കുറുക്കി അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം ആവുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പോസ്തലന്മാർ നമ്മളോട് പറയില്ലേ, നിങ്ങളിങ്ങനെ ഈ പെസഹയുടെ ആടിനെ അറക്കണം, നിങ്ങളിങ്ങനെ പെസഹയുടെ അപ്പം തിന്നണം, ഇതൊക്കെ പറയും അവർ. പൗലോസ് കൊരിന്ഥ ലേഖനത്തിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ ഷിജു പാസ്റ്റേ, ഞാൻ ആരെങ്കിലും കേട്ടിട്ടില്ലെന്ന് പറയൂ. 1 കൊരിന്ത്യർ 5:7 വാക്യം, 7, 8. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. 7 വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കോണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവേൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പഴയ പുളിമാവ് നീക്കം ചെയ്തിട്ട് പുതിയ പുളിമാവ് കൊണ്ട് നിങ്ങൾ ഉത്സവം ആചരിക്കണം. പിന്നെ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. 7, 8 2 വാക്യങ്ങൾ. ഇതല്ലാതെ പെസഹായുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്ത് കാര്യമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്തർത്ഥത്തിലാണ് ആളുകൾ ഈ പെസഹായിക്ക് ഈ അപ്പമൊക്കെ ചുട്ടിങ്ങനെ തിന്നുന്നത്? അതിനുള്ള എന്തെങ്കിലും ഒരു വിശദീകരണം അവിടെ തന്നിട്ടുണ്ടോ? അപ്പോൾ പഴയ നിയമത്തിൽ നിന്നാണ് ഞങ്ങളെടുത്ത് അങ്ങനെ ഭക്ഷിക്കുന്നതെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ആടിൻ്റെ മാംസവും ഭക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാംസത്തിൻ്റെ കാര്യം സൈലൻ്റ് ആക്കി വെച്ചിട്ട് അപ്പം മാത്രം കഴിക്കാമെന്ന് വെച്ചാൽ അത് നമ്മുടെ സൗകര്യാർത്ഥമല്ലേ? ആടിന് അന്യായ വില 800 1000 കണ്ട് കൊടുക്കണമെന്ന് തോന്നണം. ഒരാടിന് എന്നാ വില കാണുമായിരിക്കും? ഒരൊറ്റ കുഞ്ഞ് ആടിനെ വളർത്തുന്നില്ല. ജെയിംസിന് അറിയായിരിക്കും. ജെയിംസ്, ഒരു ആടിന് എന്നാ വില വരുക ജെയിംസേ, ഒരു ആട്ടിൻ കുഞ്ഞിന്? എന്നാ പോട്ടെ, ഒരു 10,000 ഒക്കെ കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആ 10,000 രൂപ കൊടുത്ത്, 10,000 അല്ലല്ലോ, 10,000 എന്ന് പറഞ്ഞാൽ 10,000 ആയി പോവും. 1,000 രൂപയൊക്കെ കൊടുത്തിട്ട് ആടിനെ മേടിച്ച് അങ്ങനെ അറുത്ത് ആരും സൂഹിക്കേണ്ടെന്നാണ് നമ്മുടെ നസ്രാണികൾ ചിന്തിക്കുന്നത്. അത് വേണ്ട, അതിന് നമുക്ക് ആത്മീയം കൊടുക്കാം. അവിടെ അത് ആത്മീയമാകാം. അപ്പത്തിൻ്റെ കാര്യത്തിലോ, അപ്പം ആത്മീയം പറ്റില്ല, അത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് തിന്നാം. അപ്പം അങ്ങനെ തന്നെ തിന്നാം. പിന്നെ ഈ പാല് കുറുക്കി കുടിക്കുന്നതോ, അതിന് എന്തെങ്കിലും വാക്യമുണ്ടോ? യഹൂദന്മാരങ്ങനെ കുടിക്കുന്നുണ്ടോ? അല്ല, അത് ഇറങ്ങിപ്പോണ്ടേ താഴേക്ക്. ഉണങ്ങി അപ്പം അല്ലേ, അപ്പോൾ അത് ഇറങ്ങിപ്പോകാനായിട്ടൊരു സൈഡ് എന്നുള്ള നിലയിൽ കൊള്ളാം, നിങ്ങളുടെ പെസഹ കൊള്ളാം. ഇത് യഹോവയുടെ പെസഹയാണോ നിങ്ങളുടെ പെസഹയാണോ? ഈ പെസഹ എന്ന് പറയുന്നത് യഹോവയുടെ പെസഹയാണോ? യഹോവയുടെ പെസഹ അതിൻ്റെ ചട്ടപ്രകാരം ആചരിക്കണം. ചട്ടപ്രകാരം. നമ്മൾ യഹോവയുടെ പെസഹയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ യോശിയാവിൻ്റെ കാര്യം ചിന്തിച്ചില്ലേ? നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പണ്ട് യോശിയാവിൻ്റെ കാലത്ത് ചട്ടപ്രകാരം പെസഹ അറുത്ത കാര്യം കണ്ടില്ലേ? ചട്ടപ്രകാരം. അപ്പോൾ അതിനു മുമ്പ് പെസഹ എങ്ങനെയായിരുന്നു കൊണ്ടാടിക്കൊണ്ടിരുന്നത്? എങ്ങനെയൊക്കെയോ അവർ ആചരിച്ചിരുന്നു. യോശിയാവ് വന്നപ്പോൾ യോശിയാവ് കാര്യങ്ങളെ ക്രമത്തിലാക്കി. കാരണം നമ്മൾ കാണുന്നത് ന്യായപ്രമാണ പുസ്തകം അതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടി, പിന്നെ യസ്രാ ശാസ്ത്രി അതിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രമത്തിലാണ് പിന്നീട് പെസഹ അറുത്തത്. ക്രമത്തിൽ. ഇവിടെ നമ്മുടെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ലിറ്ററലി ഒരു പെസഹ ഇല്ല. നമ്മളിതിനെല്ലാം ആത്മീയ അർത്ഥം കൊടുക്കുന്ന മനുഷ്യരാണ്. പലരും നമ്മളെ വെളിയിൽ നിന്നിട്ട് പുച്ഛിക്കും, കളിയാക്കും. അയ്യോ, നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആളുകൾ പറയും, നിങ്ങൾക്ക് പെസഹായുണ്ടോ, നിങ്ങൾക്ക് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം ഉള്ള കൂട്ടർ നമ്മളാണ്. ഇതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥം സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതും ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആഴവും കയ്പ് ചീരയുടെ ആഴവും ഇങ്ങനെ ഓരോരോ കാര്യത്തിൻ്റെ ആഴവും നമുക്ക് തുറന്നു തന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം മഹാകൃപ നമുക്ക് നൽകി. അപ്പം നമ്മളെന്താ ഈ ഇന്നത്തെ ദിവസം ഈ ചിന്തിച്ചതെന്ന് മനസ്സിലാകുന്നത്? നമ്മളിന്ന് ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. കർത്താവിനെ ക്രൂശിച്ചത് ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ച അവർ ഒത്തുകൂടി. പിന്നെ വ്യാഴാഴ്ച എന്ന് പറയുന്നത് വലിയ ശബത്താണ്. വെള്ളിയാഴ്ച അടുത്ത ശബത്തിന് മുമ്പുള്ള ഒരുക്കനാളാണ്. ആ വെള്ളിയാഴ്ചയാണ് അവർ സുഗന്ധവർഗവും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വീണ്ടും ശബത്ത് വരുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച സന്ധ്യയ്ക്ക്, നമ്മുടെ രീതി പറഞ്ഞാൽ ശനിയാഴ്ച സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ഞായറാഴ്ച ആരംഭിക്കുകയാണ്. അഥവാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആരംഭിക്കുകയാണ്. ആ ആരംഭിച്ച സമയം മുതൽ ഏതോ സമയത്ത് കർത്താവ് കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും പുലർച്ചയ്ക്ക് മുമ്പ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പുലർച്ചയ്ക്ക് പലർക്കും പ്രത്യക്ഷനായി.
മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ഊന്നൽ കൊടുത്തത് പെസഹായിക്കാണ്. പെസഹായുടെ ദിവസം തന്നെയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് ഗൗരവം നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നാണോ അന്ന് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. 2000 വർഷം മുമ്പാണ് അറുക്കപ്പെട്ടതെങ്കിലും അത് ഇന്നെന്ന പോലെ സംഭവിക്കുകയാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. അവൻ ആ പെസഹയുടെ ഉത്സവത്തിൽ പങ്കാളിയാകുകയാണ്. നമ്മുടെ നാട്ടിലുള്ള കാത്തലിക് സഹോദരങ്ങളും ഓർത്തഡോക്സ് സഹോദരങ്ങളൊക്കെ കുറച്ച് അപ്പം ചുട്ട് തിന്ന് സന്തോഷിച്ച് പോകുമ്പോൾ നമ്മുടെ ആനന്ദം എന്താ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് ഇന്നെന്ന പോലെ നമ്മൾ ഓർക്കുകയാണ്. എല്ലാ ദിവസവും ആ പെസഹയുടെ ഉത്സവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് ആ വിടുതലിൻ്റെ ഉത്സവം, അല്ലേ? നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട്. അതിൻ്റെ കാരണം എന്നാ? വിടുതലിൻ്റെ ഘോഷമാണത്. അവൻ എന്നോട് ചെയ്തതോർത്താൽ അവൻ്റെ സന്നിധിയിൽ ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ആ പെസഹയുടെ ഉത്സവത്തിൽ തന്നെയാണ്. നമ്മുടെ ആരാധനകളിൽ ആ വിടുതലിൻ്റെ മഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആരാധനകൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും ആ വിടുതൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ നമ്മൾ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ന് ക്രിസ്തുവിനെ കണ്ടെത്തുന്നോ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ചൂടുവെക്കുന്നോ, അന്ന് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. അത് മുന്നമേ അറുക്കപ്പെട്ടതാണ്, നമ്മളത് ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. അങ്ങനെ നാം പെസഹ ആചരിച്ചു കഴിഞ്ഞാൽ തൊട്ടു പുറകിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം വരികയാണെന്ന് പറഞ്ഞല്ലോ. തൽക്ഷണം മുതൽ വിശുദ്ധ ജീവിതം ആരംഭിക്കുകയാണ്. എവിടം വരെയാണെന്ന് ചോദിച്ചാൽ മരണം വരെയാണ്. ഇതൊക്കെ ദൈവമക്കൾ അറിഞ്ഞിരിക്കണ്ടേ? അവിടെ മുതൽ അവസാനം വരെ വിശുദ്ധ ജീവിതം, അവിടെ മുതൽ അവസാനം വരെ വിശ്വസ്തരായിരിക്കണം, മരണപര്യന്തം. ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു, സ്മരണയിലെ സഭയോടുള്ള ബന്ധത്തിൽ, സർദീസിലെ സഭയോടുള്ള ബന്ധത്തിലൊക്കെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. എങ്കിലാണ് ജീവകിരീടവും, എങ്കിലാണ് പല പ്രതിഫലങ്ങളും ഒക്കെ ലഭിക്കുന്നത്. തുടക്കത്തിലൊക്കെ സംഭവം ഓക്കെ ആയിരുന്നു, പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണ്. ഇതൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ. യഹൂദനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെസഹ വെച്ചത്. മിസ്രൈമിലെ വിടുതൽ ഓർമ്മിപ്പിക്കാനാണ് അവർക്ക് പെസഹ വെച്ചത്. അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് സഞ്ചരിച്ച കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ് കൂടാര പെരുന്നാൾ വെച്ചത്, അല്ലേ? അവർ തിടുക്കത്തോടെ പുറപ്പെട്ടു പോന്ന് അപ്പം പുളിക്കുന്നതിന് മുമ്പ് ചുട്ടു തിന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ദൈവദാസന്മാർ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്കത് ഓരോ ദിവസവും പുതുമയായിട്ട് അനുഭവപ്പെടും. പുതുമയായിട്ട്, അല്ലേ? നമ്മുടെ രക്ഷയും വിശുദ്ധ ജീവിതം ഒക്കെ നമുക്ക് ഓർമ്മയിലേക്ക് വരികയല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. അടുത്ത കാര്യം എന്താ? ആദ്യവലക്കറ്റയുടെ ഉത്സവമാണ്. ആദ്യവലക്കറ്റയുടെ ഉത്സവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൽ മഹാപുരോഹിതൻ നീരാജനത്തിൻ്റെ കറ്റ ഭൂമിയുടെ 4 കോണിലേക്ക് ഉയർത്തിക്കൊണ്ട് നീരാജനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയുടെ 4 കോണിലും വസിക്കുന്നതായ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കഷ്ടം സഹിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഇപ്പോൾ ആ കല്ലറകളെ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ റോമൻ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട്, അവൻ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്തിരിക്കുകയാണ്. ആദ്യ വലക്കറ്റെ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവൻ ആദ്യ ഫലം എന്ന നിലയിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് ആദ്യവലക്കറ്റയുടെ ഉത്സവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളും ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ആ സ്നാനത്തിൽ, ആ കല്ലറയിൽ, ജലക്കല്ലറയിൽ നിന്ന് പുനരുദ്ധാന ശക്തിയിൽ നമ്മൾ ഉയർത്തു വരുമ്പോൾ ആദ്യവലക്കറ്റയുടെ ഉത്സവമല്ലേ അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ 3 കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ. പെസഹായോടുള്ള ബന്ധത്തിൽ നമ്മുടെ വീണ്ടെടുപ്പാണ് കാണിക്കുന്നത്. പാപത്തിൻ്റെ പടുകുഴിയിൽ നമ്മെ ഉദ്ധരിച്ചത്, അല്ലേ? സാത്താന്യ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കിയ ആ സ്വാതന്ത്ര്യം, സംഹാരകൻ നമ്മെ കടന്നു പോവുകയാണ്, വാളിന് തെറ്റി ഒഴുകുകയാണ്. പെസഹായുടെ ഉത്സവം നമ്മൾ ആചരിക്കുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. തൊട്ട് പുറകിലാണ് പറഞ്ഞത് വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം, അതിനുതകുന്നതായ വചനങ്ങൾ. പുളിപ്പില്ലാത്ത അപ്പം പറഞ്ഞില്ലേ, അൺലീവൻഡ് കേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പുളിപ്പില്ലാത്ത അപ്പം. പുളിപ്പ് എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഒന്നാമത് ദുരുപദേശത്തെയാണ് കാണിക്കുന്നത്, ഉപദേശ പെശകിന്. 2 പാപത്തെക്കുറിച്ചും പറയും. അപ്പം ഉപദേശ പെശകുകളൊന്നുമില്ലാത്ത സ്വച്ഛതയാർന്ന സത്യത്തിലുള്ള ഉത്സവം ആചരിക്കണം. അതായത് ശരിയായ സത്യത്തിലേക്ക് വന്ന് ആ സത്യത്തെ കൈക്കൊണ്ട്
അതിൻ പ്രകാരമുള്ള ഉത്സവം. വിശുദ്ധ ജീവിതം നയിക്കണം. സുവിശേഷം നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണം. തൻ്റെ വചനങ്ങൾ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണം. പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് പുളിപ്പില്ലാത്ത അപ്പം നിരന്തരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരിമാരോട് ഇരിപ്പുണ്ട്, അവർ ഒന്നാം തരം അപ്പം ചുടുന്ന പാർട്ടികളാണ്. നല്ല സോഫ്റ്റായ അപ്പങ്ങൾ ചുടുന്നവരാ. യഹൂദൻ ഭക്ഷിച്ച് എങ്ങനെയുള്ള അപ്പമാ? റബ്ബർ പോലെ ഇരിക്കും. ഇത് പുളിക്കാതെ ചുട്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലേ? റബ്ബർ പോലെ ഇരിക്കില്ലേ? അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരും. ആ രീതിയിലിരിക്കും. യാതൊരു മാർദ്ദവുമില്ല. അത് തന്നെയാണ് യോഹന്നാൻ 6 കാണുന്നത്. കേട്ട് നിന്ന ആളുകളെല്ലാം ഈ ഉപദേശം കേട്ടിട്ട് പറഞ്ഞത് ഇത് കഠിനവാക്ക്. കർത്താവ് കുറച്ച് മുമ്പ് അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തുള്ളൂ. 6-ാം അധ്യായത്തിൽ അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് കൊടുത്ത് അവർ തിന്ന് തൃപ്തരായി. പിന്നീട് കർത്താവ് ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് പോവുകയാണ്, കഫർന്നഹൂമിലേക്ക്. ഈ ജനമെല്ലാം പുറകെ വന്നു. അപ്പോൾ പുറകെ വന്നപ്പോഴാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ നശിച്ചു പോകുന്ന അപ്പമല്ല, മറ്റൊരു അപ്പവും കൂടെ ഉണ്ടെന്ന്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്നൊരു അപ്പം ഉണ്ടെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങളെൻ്റെ രക്തം കുടിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരിക അല്ലേ? നിങ്ങളെൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങളെൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴേക്ക് വന്നപ്പോഴാണ് ജനമെല്ലാം പറഞ്ഞത് ഇത് കഠിനവാക്ക്, ഗുഡ് ബൈ. അവരെല്ലാം ഗുഡ് ബൈ പറഞ്ഞത്. ഇത് കഠിനവാക്കെന്ന് അവർ പറഞ്ഞു. അതിനെ കർത്താവ് എന്നാ പറഞ്ഞത്? എന്നാൽ ശരി, എല്ലാവരും സ്ഥലം കാലിയാക്കിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടുത്തെ അപ്പം മാറ്റാൻ പറ്റില്ല. ഇത് തലമുറയായിട്ട് ഇങ്ങനെയാണ്. പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് കൊടുക്കൂ. സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഹാർഡായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഗൗരവമായ കാര്യങ്ങളാണ്. ദൈവരാജ്യം നിമിത്തം പറയുന്ന കാര്യങ്ങളൊക്കെ നേരം പോക്ക് പറയോ? വളരെ ഗഹനമായ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളെ രസിപ്പിക്കുന്ന അപ്പം അല്ല ഇത് പുളിപ്പില്ലാത്ത അപ്പമല്ലേ? യാതൊരുവിധ പുളിപ്പുമില്ല എന്ന് വെച്ചാൽ ഉപദേശ പെശകില്ല. ഉപദേശത്തിന് അധിഷ്ഠിതമായ അപ്പമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കയ്പ് ജീരയും കൂടെ ഉണ്ട്. കയ്പ് ജീരയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മുന്നമേ. ഇപ്പോൾ ഇനി അഡീഷണൽ ആയിട്ട് അതൊന്നും പറയുന്നില്ല. കയ്പ് ജീര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഏതെങ്കിലും പച്ചക്കറി കടയിൽ പോയിട്ട് കുറച്ച് പാവയ്ക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് കുടിച്ചാൽ അതാണോ കയ്പ് ജീര? അത് യഹൂദൻ ചെയ്യട്ടെ, ക്രിസ്ത്യാനി അതല്ല ചെയ്യേണ്ടത്. ക്രിസ്ത്യാനിക്ക് കയ്പ് ജീര ഈ പുസ്തകത്തിനകത്തുണ്ട്. ആ കയ്പ് ജീരയാണ് ഭക്ഷിക്കേണ്ടത്. ഈ അപ്പത്തോടു കൂടെ ആ കയ്പ് ജീര ഭക്ഷിക്കുമ്പോഴാണ് അകത്ത് കിടക്കുന്ന പാപത്തിൻ്റെ വേരുകളെല്ലാം പുറത്തേക്ക് പോകുന്നത്. പാപത്തിൻ്റെ വിഷമുള്ളുകളെല്ലാം പുറത്തേക്ക് പോകണം. അതിൻ്റേതായ എല്ലാം പുറത്തേക്ക് പോകണമെങ്കിൽ ഈ പുളിപ്പില്ലാത്ത അപ്പവും പിന്നെ തീയിൽ ചുട്ട മാംസവും അതിൻ്റെ കൂട്ടത്തിൽ കയ്പ് ചീരയും ഭക്ഷിക്കണം. ഇതാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരികമായിട്ട് കുറച്ച് മാവ് മേടിച്ചിട്ട് അപ്പം ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാലൊന്നും പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കില്ല. പെസഹ എന്താ കാണിക്കുന്നത്? വിടുതലാണ് കാണിക്കുന്നത്. പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. ആ വിടുതൽ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ചട്ടപ്രകാരം അത് ആചരിക്കണം. യഹൂദൻ ചട്ടപ്രകാരം ആചരിക്കണം പെസഹ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അത് ചട്ടപ്രകാരം ആയിരിക്കണം. നമ്മൾ ചട്ടമാണ് വെച്ചത്, അതിൻ്റെ പ്രമാണമാണ് വെച്ചത്. എന്താ ചട്ടം? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ഈ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. വചനം അകത്തേക്ക് ചെല്ലണം. അത് തീയിൽ ചുട്ട് ഭക്ഷിക്കണം. വെള്ളത്തിൽ പുഴുങ്ങി കഴിക്കാൻ പാടില്ല. വെള്ളത്തിൽ പുഴുങ്ങിയാൽ അത് ചീർത്തു വരും. അറിവ് ചീർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് അറിവിൻ്റെ ഒരു എന്താ പറയുക, ശുശ്രൂഷകൻ തൻ്റെ അറിവുകൾ ആളുകളുടെ മേൽ ചൊരിഞ്ഞിടുന്നതല്ല. ഇത് ആത്മാവിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ തൻ്റെ ജനത്തിന് പങ്കിട്ട് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പുളിപ്പില്ലാത്ത അപ്പം ധാരാളമുണ്ട്. ആ അപ്പം ഭക്ഷിക്കണം കയ്പ് ചീരയോടുകൂടെ. മുന്നമേ നമ്മളൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു മെസ്സേജ്. അതിൻ്റെ ഹെഡിങ് ഞാൻ മറന്നുപോയി. എന്തോ കയ്പ് ചീരയുടെ കാര്യമാണ് പറയുന്നത്. ഇത് വിശദമായി ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനായിട്ട് ഞാൻ മെനക്കെടുന്നില്ല. നമ്മുടെ സഹോദരങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മിനിമം മറുപടി വന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മത്തായി 26-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ വരാവുന്ന കാര്യങ്ങളുണ്ട്.
മർക്കോസിലേക്ക് വന്നാലും ആ സംശയങ്ങളൊക്കെ വീണ്ടും വരാം. എന്നാൽ ഈ 4 സുവിശേഷങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ ഇങ്ങനെയല്ലാതെ വേറൊരു തരത്തിലും ചിന്തിക്കാൻ കഴിയില്ല. വലിയ ശബത്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വലിയ ശബത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും, ഞാൻ ഒത്തിരി പഠനങ്ങൾ ശ്രദ്ധിച്ചു. ആ പഠനങ്ങളിലൊക്കെ ഈ സാറ്റർഡേ ആണ് അവർ ശബത്ത് എന്നുള്ളതുകൊണ്ട് ചിന്തിക്കുന്നത്. അത് നോർമൽ ശബത്താണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വിശേഷപ്പെട്ട ശബത്തുകൾ വേറെയുണ്ട്. ആ ശബത്തുകളെക്കുറിച്ചൊക്കെ അവർ മൗനം പാലിക്കുകയാണ്. അവരത് അറിയാത്തത് കൊണ്ടാണോ എന്തോ. അപ്പോൾ അങ്ങനത്തെ പഠനങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ശരിക്കും വലിയ ശബത്തും നോർമൽ ശബത്തും അത് രണ്ടും കൂടെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച കൊണ്ട് നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് പൂർത്തീകരിച്ചു. ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പിന്നാലെ പറയാം. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും? സമ്പൂർണ്ണമായി ഒന്നും മനസ്സിലാക്കേണ്ട, അത്യാവശ്യം മനസ്സിലാക്കിയാൽ മതി നമ്മൾ. നമുക്ക് അതെ, ഓക്കെ. നമുക്ക് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലാണ് കാതലായ വിഷയം. നമ്മൾ അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ആ കാര്യത്തിന് നമ്മൾ ഊന്നൽ കൊടുത്തു കഴിഞ്ഞു. ബാക്കി പഠനങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. പഠനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ മിനിമം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതിലൂടെ തുറന്നു വന്നു. അതായത് ബുധനാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെ എടുക്കുമ്പോൾ 3 സന്ധ്യയും 3 പകലും. മത്തായി 12:40 വാക്യത്തിൽ കർത്താവ് പറഞ്ഞ പോലെ, യോന കടലാമയുടെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്ന പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ മടിത്തട്ടിൽ കിടക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഉത്തരമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.